reminded that we are called not only to be saved, but also called to suffer with Christ. അത് പിന്നെയും നമ്മളെ ഓർമ്മിപ്പിച്ചത് നമ്മൾ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി മാത്രമല്ല നമ്മളെ വിളിച്ചത്, നമ്മുടെ മേലുള്ള വിളി കഷ്ടം അനുഭവിക്കുവാൻ വേണ്ടി കൂടിയാണ്. And when we are called, it is reminding us that to look at Jesus and follow his steps. നമ്മൾ അങ്ങനെ വിളിച്ചിരിക്കുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവിലേക്ക് നോക്കി കർത്താവിന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാനാണ്. And then it brings to the crux of it that he did not commit any sin. പിന്നെ അതൊക്കെയും ഏറ്റവും അതിന്റെ ക്രക്സായ ഭാഗത്തേക്ക് കടന്നു വരുന്നു, കർത്താവ് ഒരു പാപവും ചെയ്തിട്ടില്ല. That is the reason why you should not commit any sin. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാമും പാപം ചെയ്യുവാൻ പാടില്ല. So Christ has set an example for us, കർത്താവ് നമുക്കൊരു മാതൃക വെക്കുന്നു, so that we will follow him. അത് മുഖാന്തരം നാം കർത്താവിനെ അനുഗമിക്കും. So in short, our calling ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ വിളി is to live just like Christ lived. അത് യേശു കർത്താവ് എങ്ങനെ ജീവിച്ചുവോ അതേപോലെ ജീവിക്കുവാൻ It is വേണ്ടിയാണ്. not that just proclaiming what Christ did for us, it rather to follow what Christ did for us. കർത്താവിനെ നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് ചെയ്ത കാര്യങ്ങൾ ഘോഷിക്കുവാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ കാൽച്ചുവടുകൾ പിന്തുടർന്നു പോകേണ്ടത് കൂടെ അത്യാവശ്യമാണ്. That is why tonight we will again conclude this part ഈ രാത്രി കാലം പിന്നെയും അതിന്റെ തുടർമാനമായിട്ട് ഈ ഭാഗത്തെ കൺക്ലൂഡ് ചെയ്യാം. by reading verse 24 and 25. അതിന്റെ 24 25 വാക്യങ്ങൾ വായിച്ചു. Because last time we talked about the continuation of what Jesus has done for us, who did not commit any sin, nor was deceit found in his mouth. കഴിഞ്ഞ ആഴ്ച കാലം യേശു കർത്താവ് എന്താണോ നമുക്ക് ചെയ്തെന്നുള്ള ഒരു ഭാഗം തുടർമാനമായിട്ട് ചിന്തിച്ചു. യേശു കർത്താവ് പാപമൊന്നും ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനമൊന്നും ഉണ്ടായിരുന്നില്ല. So we were called to follow his steps. നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് കർത്താവിന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ. 24 and 25 concludes that part അതിന് 24 25 അതിനെ സമാപനത്തിലേക്ക് കൊണ്ടുവരുന്നു, by bringing us again to the cross. പിന്നെയും ക്രിസ്തുവിലേക്ക് നമ്മളെ കൊണ്ടുവരിക, Why we ക്രൂശിലേക്ക് have been കൊണ്ടുവരിക. again directed to the cross. എന്തിനുകൊണ്ടാണ് ആ ക്രൂശിലേക്ക് നമ്മൾ വഴിതിരിക്കുന്നത്? This is what we are going to see tonight. ഈ രാത്രികാലം ഇതാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. So let's read verse 24 and 25. 24 25 വാക്യങ്ങൾ വായിക്കാം. For our sins in his own body on the tree, that we, having died to sins, might live for righteousness, by whose stripes you were healed. For you were like sheep going astray, but have now returned to the shepherd and overseer of your souls. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി അവന്റെ അടിപ്പിണകാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഒഴുകുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. Praise the Lord. So I would like to bring our attention to that verse again. പിന്നെ നമ്മുടെ ശ്രദ്ധയെ ആ വാക്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. So there is a real reason not only for Christ dying for us to give us salvation or to redeem us, but also that we will live a life without sin. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നത് നമ്മുടെ ജീവിതത്തിൽ രക്ഷ തരുവാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നാം ഓരോരുത്തരും ജീവിക്കേണ്ടതിനും കൂടിയാണ്. So the cross is a central theme of every Christian life. ആ ക്രൂശാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും സെൻട്രൽ തീമായിട്ട് കാണപ്പെടുന്നത്. So I would like to read once again so that it is very clear that what we are going to talk today. അത് ഒരു പ്രാവശ്യം കൂടെ നമുക്കത് വായിക്കാം, അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായി തീരുവാൻ വേണ്ടി. Because we know the gospel, we know it very clear. നമുക്ക് സുവിശേഷം നല്ലവണ്ണം വ്യക്തമായിട്ട് അറിയാം. We know that without cross there is no Christian life. ആ ക്രൂശ് ഇല്ലാതെ ഒരു ക്രിസ്തീയ ജീവിതമില്ല. We know that Jesus lived and died and buried and was resurrected and ascended, and this is our gospel. ആ യേശു കർത്താവ് ജീവിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു, ഇതാണ് സുവിശേഷം. So his death and his burial and his resurrection is very important for us. യേശു കർത്താവിന്റെ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക്. He who was sinless, he too bore our sin. പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി പാപമാകുവാൻ He ഇടയായി took our sin upon him, നമ്മുടെ പാപങ്ങളെ തന്റെ മേൽ ഏറ്റെടുത്തു. so that our penalty he takes upon him. അത് മുഖാന്തരം നമ്മുടെ മേലുള്ള ശിക്ഷ താൻ തന്റെ മേൽ ഏറ്റെടുത്തു. So we can see the great love of God. അവിടെ നമുക്ക് കർത്താവിന്റെ വലിയ സ്നേഹത്തെയാണ് കാണുവാൻ കഴിയുന്നത്. But it does not end there. അവിടെ പക്ഷേ അത് അതോടും കൊണ്ട് തീരുന്നില്ല. So those who are called and redeemed, വിളിക്കപ്പെട്ടവരും വീണ്ടെടുക്കപ്പെട്ടവരും, here the word of God is reminding us ഇവിടെ ദൈവത്തിന്റെ വചനം പിന്നെയും ഓർമ്മിപ്പിക്കുന്നത്, that although in this current present time you may be facing lot of trials, ഇന്നുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരുപക്ഷെ അനേകം പരീക്ഷകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. but do not be dismayed, nor be fearful, not be discouraged, അതിലൊന്നും അതിശയിച്ചു പോകരുത്, പേടിച്ചു പോകരുത്, നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. because he suffered for us and gave his life for us, കാരണം കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, തന്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി and he bore everything upon him തന്റെ മേൽ സകലവും ഏറ്റെടുത്തു, and lived before us, നമുക്ക് മുൻപാകെ ജീവിച്ചുകൊണ്ട്
an example നമുക്കൊരു മാതൃകയായി so that തീർന്നു. we will follow his steps. അതിന് മുഖാന്തരം അവന്റെ കാൽച്ചുവടുകൾ നാം പിന്തുടരുക. Then why does Peter conclude this part? പിന്നെ എന്തുകൊണ്ടാണ് പത്രോസ് ഇതിനെ ഇങ്ങനെ സമാപിപ്പിക്കുന്നത്? Because reason is this is what he's trying to say, the word of God is trying to tell us. ഇതാണ് ദൈവത്തിന്റെ വചനവും പത്രോസ് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. That is not only about the death of Jesus on the cross. കർത്താവിന്റെ ക്രൂശിന്റെ മരണം മാത്രമല്ല, It is not only for our salvation. നമ്മുടെ രക്ഷ മാത്രമല്ല, Because he died on the cross, കർത്താവായ യേശു ക്രൂശിൽ മരിച്ചത് കൊണ്ട് we also are died to our sin. നമ്മൾ നമ്മുടെ പാപത്തിൽ നാം മരിക്കണം. Now this is not theory. ഇതൊരു തിയറി ആയിട്ടുള്ള Or കാര്യമല്ല. this is not a theological subject. ഇത് നിങ്ങൾ ദൈവശാസ്ത്രപരമായിട്ടൊരു സബ്ജക്റ്റ് അല്ല. We have to now stop trying to do things, but rather to dying to things. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് അല്ല. We have to stop trying things. നമ്മൾ പുതുതായിട്ട് പരീക്ഷിക്കുന്ന കാര്യങ്ങൾ Because നിർത്തിവെച്ചുകൊണ്ട് often people say, I am trying to live a good life. അനേകം പ്രാവശ്യം ആൾക്കാർ പറയുന്നത് നല്ല ജീവിതം ജീവിക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. Every time people say that I am trying, അനേകം പ്രാവശ്യം ആളുകൾ പറഞ്ഞ് ഞാൻ the ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. issue is not trying. അവിടെ ശ്രമിക്കുന്നതല്ല ഇഷ്യൂ The issue is ആയിരിക്കുന്നത്. that you are not dying. അതിന് പ്രധാന കാരണം നമ്മൾ മരിക്കുന്നില്ല. If you die, there is no need for trial. നമ്മൾ മരിക്കുന്നുവെങ്കിൽ ഒരു ശ്രമത്തിന്റെ ആവശ്യം അവിടെ Otherwise, വരുന്നില്ല. till the end of our life, we will say that we are trying. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ തുടമാനത്തോളം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ So, this is ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. what we are going to study from the Word of God. ഇതാണ് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിക്കുവാൻ Now, പോകുന്നത്. to bring you together in this word, ഈ ഒരു വാക്യത്തിലേക്ക് ഒരുമിച്ച് I കൊണ്ടുവരുവാൻ would like to read that again. പിന്നെ ഈ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. Verse 24, അതിന്റെ 24 വാക്യം. who himself bore our sins in his own body on the tree, that we, so there is a word there says that we, is there any other translation anybody has got? KJV or Living Bible or anything? Anybody has got any other translation? Okay, go ahead. That we, so I just want you to note the word that we. What does it mean? Why there's a word called that we? നാം പാപം സംബന്ധിച്ച് മരിച്ചു. നാം എന്നൊരു വാക്കിന്റെ പ്രാധാന്യം എന്താണ്? No, no. So, okay. In Malayalam, it starts by saying, can you read Malayalam? നാം പാപം സംബന്ധിച്ച് മരിച്ച് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് ജീവിക്കേണ്ടതിന്. The word is that we. ജീവിക്കേണ്ടതിന് എന്തോ സംഭവിച്ചു? അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. And അർത്ഥം, now read that in English. Who himself bore our sin in his own body on the tree, that we, having died to sin, might live for righteousness, by whose stripes we were healed. What does it mean? I hope you got it. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? I hope you got it. If you don't get it, then again our foundation is not clear. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനം പിന്നെയും ക്ലിയർ Here we are not going to talk too much about our salvation. We have talked about it. നമ്മൾ ഇവിടെ രക്ഷയെ കുറിച്ച് അധികമായിട്ട് സംസാരിക്കാൻ പോകുന്നില്ല. നാം നേരത്തെ തന്നെ അതിനെ കുറിച്ച് സംസാരിച്ചു. That is already laid. The foundation is very clear. അവിടെ അടിസ്ഥാനം അത് വ്യക്തമായി ഇട്ടിട്ടുണ്ട്. Now it is reminding that Jesus bore all the sins of everyone on the cross. ഇവിടെ യേശു പറയുന്നത് യേശു കർത്താവ് സകലരുടെയും പാപങ്ങളെ തന്റെ മേൽ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. That we, അതിന് മുഖാന്തരം നമ്മൾ ഓരോരുത്തരും having died to sin, പാപം സംബന്ധിച്ച് മരിച്ച് might live for, it is not theology, it is living. നീതിക്ക് ജീവിക്കേണ്ടതിന്, അത് ദൈവശാസ്ത്രപരമായിട്ടല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ അത് പ്രാവർത്തികമാക്കുവാനാണ്. It's not about proclaiming that yes, Jesus died for me and I died with him. It is not about that. It is about living. യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ഞാൻ അവനോടുകൂടെ മരിക്കുക, ഞാൻ അവനോടുകൂടെ ജീവിക്കുന്നു എന്ന് പ്രൊക്ലെയിം ചെയ്യുന്ന മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ അത് വെളിവായി വരുവാനാണ്. So in simple terms I can say, വളരെ ലളിതമായിട്ട് അത് പറയുകയാണെങ്കിൽ, Jesus died on the cross. He took all our sin upon him. യേശു കർത്താവ് നമ്മുടെ സകല പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ മരിച്ചു. He became a curse for us when we were cursed. നമ്മൾ ഓരോരുത്തരും ശാപമായി തീരേണ്ട സ്ഥാനത്ത് യേശു കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു.
തീർന്നു. so that അതിൻ മുഖാന്തരം each one of us, നമ്മൾ ഓരോരുത്തരും we also who have died with him, നമ്മൾ ഓരോ കർത്താവിനോടുകൂടെ മരിക്കപ്പെട്ടു because we died with him and we joined with him. കർത്താവിനോടുകൂടെ മരിച്ചു നാം അവനോടുകൂടെ ചേർന്നു. So we who have died to sin, നമ്മൾ ഓരോരുത്തരും മരിച്ചവർ നാം പാപത്തിലാണ് മരിക്കുന്നു. that we may not sin but rather live for righteousness. പിന്നെ പാപം ചെയ്യാതെ നീതിക്കായി ജീവിക്കുവാൻ വേണ്ടിയിട്ട് So not doing sin, പാപം ചെയ്യാതെ ജീവിക്കുന്നത്, living a life of not doing sin, പാപം ചെയ്യാതെ ജീവിക്കുന്ന ഒരു ജീവിതം is the purpose of holy living. അതാണ് ആ വിശുദ്ധിയ വിളിയോടുള്ള വിളിയുടെ And that is ഉദ്ദേശം. why chapter 1 and chapter 2 is talking about a holy life. അതുകൊണ്ടാണ് ഒന്നാം അധ്യായം രണ്ടാം അധ്യായം ഒരു വിശുദ്ധ ജീവിതത്തെ കുറിച്ച് And സംസാരിക്കുന്നത്. that is what the crux of the scripture is for every Christian living, the New Testament covenant believers. പുതിയ നിയമ വിശ്വാസികളായ ഓരോരുത്തരുടെയും ഏറ്റവും അടിസ്ഥാനപരമായ ക്രക്സായ കാര്യം ഇതാണ്. All our pursuit, നമ്മുടെ എല്ലാ പർസ്യൂട്ടും all our Christian living നമ്മുടെ എല്ലാ ക്രിസ്തീയ ജീവിതവും is for living for Christ, dying to sin, not committing sin, and living for righteousness. കർത്താവിനോടുകൂടെ ആ ക്രൂശിൽ മരിക്കപ്പെട്ട് പാപം ചെയ്യാതെ ആ ക്രൂശിനെ നോക്കി ജീവിക്കുവാൻ വേണ്ടിയാണ്. So this is our calling. ഇതാണ് നമ്മുടെ മേലുള്ള വിളി. So this is what we are going to see tonight. ഈ രാത്രികാലം ഇതാണ് നമുക്ക് കാണുവാൻ Why I am പോകുന്നത്. saying is very important for us, ഇതെന്തുകൊണ്ടാണ് പ്രാധാന്യമായിരിക്കും ഞാൻ പറയുന്നത്? because we are now in this current living world, നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ലോകത്തിന്റെ സാഹചര്യങ്ങൾ, because there is a very contrasting thing that is happening. ഇന്ന് വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. The cross of Jesus Christ യേശു കർത്താവിന്റെ ആ ക്രൂശ് brings great joy and mystery in heaven. ആ സ്വർഗത്തിലുള്ള മർമ്മങ്ങളെ, രഹസ്യങ്ങളെ, സന്തോഷത്തെ When കൊണ്ടുവരുന്നു. you read the scripture, നാം ദൈവജനം വായിക്കുമ്പോൾ in heaven everybody stunned on what is this great love that God did for mankind. മാനവരാശിയോടുള്ള ബന്ധത്തിൽ ദൈവം പ്രദർശിപ്പിച്ച ആ സ്നേഹത്തിന് മുൻപാകെ സ്വർഗത്തിലെ സകലരും അതിശയിച്ചു പോകുന്നു. If you see the vision of heaven in Revelation, ആ വെളിപ്പാടിൽ ആ സ്വർഗത്തിന്റെ കാഴ്ചകളെ നാം കാണുമ്പോൾ Jesus is still proclaimed as the lamb who was slain. യേശു കർത്താവിനെ അവിടെ അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ടാണ് പറയുന്നത്. When you see Jesus there, യേശു കർത്താവിനെ നാം അവിടെ കാണുമ്പോൾ, when all the elders are seeing there, സകല മൂപ്പന്മാരും അവിടെ കാണുന്നത്, so that vision we can see in Revelation very clearly. ആ വെളിപ്പാടിൽ ദർശനം വളരെ വ്യക്തമായി കാണുന്നു. They are seeing the one who is standing there, Jesus. അവിടെ നിൽക്കുന്ന യേശു കർത്താവ് He looks as what? As a lamb who was slain. എങ്ങനെയാണ് അവിടെ കാണപ്പെടുന്നത്? അറുക്കപ്പെട്ട കുഞ്ഞാടായി. The marks of his body is ever present. ആ തന്റെ മേലുണ്ട തന്റെ ശരീരത്തിലുള്ള അടയാളങ്ങൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. So that is why the angels are very keen to know what was this great mystery that Jesus did for mankind. അതുകൊണ്ടാണ് ദൂതന്മാർക്കും വളരെ അതിശയത്തോടെ അവർ നോക്കി കാണുന്നത് ഈ മാനവരാശിയോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് എന്താണ് ഇത്ര വലിയ കാര്യങ്ങൾ Because ചെയ്തിരിക്കുന്നത്. when the angels sinned, ദൂതന്മാർ പാപം ചെയ്തപ്പോൾ there was no restitution for them. അവർക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പ് They ഉണ്ടായിരുന്നില്ല. were immediately thrown out. അവർ ഉടനെ തന്നെ അവർ തള്ളപ്പെട്ടു. They were immediately thrown out. അവർ ഉടനെ തന്നെ അവർ തള്ളപ്പെട്ടു. There was not a second chance for the angels. അവർക്ക് ഒരു പിന്നീട് ഒരു അവസരം അവർക്ക് ദൂതന്മാർക്ക് കൊടുത്തില്ല. But when man fell, പക്ഷെ മനുഷ്യർ വീണപ്പോൾ God did not throw them. പക്ഷെ ദൈവം അവരെ തള്ളിക്കളയുന്നില്ല. He kept them out, but had a redeemer for them. അവരെ പുറത്താക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പ് സാധിക്കുന്നു. And how that is going to happen? അതെങ്ങനെയാണ് സാധിക്കുവാൻ പോകുന്നത്? That God will come in the form of man, ദൈവം തന്നെ മനുഷ്യ വേഷം എടുത്തുകൊണ്ട് and വന്നുകൊണ്ട് he will leave a man a sinless life ഒരു മനുഷ്യനായി വന്ന് പാപമില്ലാത്ത ജീവിതം ജീവിച്ച് and fulfill the legal requirements of God. ദൈവത്തിൻ്റെതായ നിയമപരമായ എല്ലാ കാര്യങ്ങളും നിവർത്തിച്ചുകൊണ്ട് All righteousness to be fulfilled, എല്ലാ നീതിയായ കാര്യങ്ങളെ നിവർത്തിച്ചെടുത്തുകൊണ്ട് and he will become a perfect sacrifice for us. ഒരു ഏറ്റവും നല്ലൊരു യാഗമായി തീർന്ന് And that is what the heavens are watching. അതാണ് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുന്നത്. That is what the angels are seeing. അതാണ് ദൂതന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. And they are so keen and happy on that. അവർ അതിൽ വളരെ സന്തോഷമുള്ളവരായിരിക്കുന്നു. So one side we can see heaven is happy, ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും സ്വർഗം സന്തോഷിക്കുന്നു. but the other side, പക്ഷെ അതിന്റെ മറുവശത്ത് Satan is trembling at the cross. പക്ഷേ ക്രൂശിന്റെ മുൻപാകെ സാത്താൻ വിറയ്ക്കുകയാണ്. Because the cross was the defeat of Satan. കാരണം ആ ക്രൂശ് എന്ന് പറയുന്നത് സാത്താന്റെ തോൽവിയുടെ ഒരു Satan അടയാളമാണ്. never knew that this could happen. സാത്താൻ ഒരിക്കലും അറിയത്തില്ല നീ ഒരു കാര്യം സംഭവിക്കുവാൻ His പോവുകയാണ്. plan was to destroy Jesus. തന്റെ പ്ലാൻ എന്ന് പറയുന്നത് യേശു കർത്താവിനെ നശിപ്പിക്കുക But the എന്നുള്ളതായിരുന്നു. cross of Jesus Christ പക്ഷേ
യേശു കർത്താവിന്റെ ആ ക്രൂശ് was his final defeat. അതിന്റെ തന്റെ അവസാനത്തെ പരാജയമായി. Because Jesus overcame death. കാരണം യേശു കർത്താവ് മരണത്തിന്മേൽ ജയമെടുത്തു. Jesus defeated Satan. യേശു കർത്താവ് സാത്താനെ തോൽപ്പിച്ചു. The power of death was removed. ആ മരണത്തിന്റെ അധികാരത്തെ Power of sin was removed. ആ പാപത്തിന്റെ ശക്തിയെ The only hold that Satan had on mankind was sin. ആ സാത്താന് മനുഷ്യരുടെ മേൽ ഉണ്ടായിരുന്ന ഒരു അധികാരം എന്ന് പറയുന്നത് പാപമായിരുന്നു. And the death of Jesus on the cross, യേശു കർത്താവിന്റെ കാൽവരി ക്രൂശിലെ ആ മരണം it completely destroyed the kingdom of Satan. സാത്താന്റെ ആ രാജ്യത്തെ മുഴുവനുമായിട്ട് നശിപ്പിച്ചു കളയുന്നു. Those whom we could hold by the power of sin were never to be kept on hold. ആ പാപത്തിന്റെ ശക്തിയിൽ നാം പിടിക്കപ്പെട്ടവരെ പിന്നെ തുടർമാനമായിട്ട് അത് പിടിച്ചു വെക്കുവാൻ കഴിയുന്നില്ല. Because the substitution that Jesus did on the cross, കാരണം അതിന്റെ പ്രായശ്ചിത്തമായി യേശു കർത്താവ് കാൽവരി ക്രൂശിൽ and നിർവഹിച്ചു. Jesus took the penalty of the sin upon him. പാപത്തിന്റെ ശിക്ഷയായി മരണം തന്റെ മേൽ ഏറ്റെടുത്തു. Because Satan thought that not a single man can live a life without sin. സാത്താൻ ചിന്തിച്ചത് ഒരു മനുഷ്യൻ പോലും പാപം ചെയ്യാതെ ജീവിക്കുവാൻ സാധിക്കത്തില്ല. Because Jesus came as man, പക്ഷെ കാരണം യേശു കർത്താവ് മനുഷ്യനായി he കടന്നു വന്നു. tried to tempt Jesus. യേശു കർത്താവിനെ പ്രലോഭിക്കുവാൻ But Jesus did not commit any sin. പക്ഷെ യേശു കർത്താവ് ഒരു പാപവും ചെയ്തില്ല. He did not commit any sin and fulfill all the righteous requirement of God. യേശു കർത്താവ് പാപമൊന്നും ചെയ്യാതെ ദൈവത്തിന്റെ നീതിയായ സകല കാര്യങ്ങളെ നിവർത്തിച്ചെടുത്തു. And he was ready. യേശു കർത്താവ് തയ്യാറായി. He was ready to be slain as a lamb. ഒരു കുഞ്ഞാടായി ഇറക്കപ്പെടുവാൻ താൻ He തയ്യാറായിരുന്നു. did not object himself. താൻ തന്നെ തന്നെ ഒന്നും തടഞ്ഞു വെച്ചില്ല. He did not strain himself. താൻ തന്നെ തന്നെ സ്ട്രെയിൻ ചെയ്തില്ല. Because when the people came to catch him, മനുഷ്യർ യേശു കർത്താവിനെ പിടിക്കുവാൻ വന്നപ്പോ word of God says that he offered himself to them. ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. Because nobody can catch him. ആർക്കും അവനെ പിടിക്കുവാൻ കഴിയുകയില്ല. Nobody can hold him. ആർക്കും അവനെ പിടിച്ചു വെക്കുവാൻ But കഴിയില്ല. he offered himself to be held and be captured and arrested and crucified. തന്നെ പിടിച്ചു കൊടുക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ക്രൂശീകരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. The most heinous crime. ഏറ്റവും നീചമായ തെറ്റ് എന്ന് പറയുന്നത് For them, the most heinous punishment is given, which is the death on the cross. അവരെ സംബന്ധിച്ച് ഏറ്റവും നീചമായ പനിഷ്മെന്റ് എന്ന് പറയുന്നത് ക്രൂശായിരുന്നു. അതാണ് യേശു കർത്താവിന് കൊടുത്തത്. But Jesus, who did not commit any sin, പക്ഷേ പാപം ചെയ്യാത്ത യേശു കർത്താവ് he was without any fault. താൻ ഒരു തെറ്റും ചെയ്യാത്തവനായിരുന്നു. He bore our sin. യേശു കർത്താവ് നമ്മുടെ പാവങ്ങളെ തന്റെ മേൽ The വഹിച്ചു. word which says, it says, he bore our sin. അവിടെ വചനം പറയുന്നത് തന്റെ മേൽ നമ്മുടെ പാവങ്ങളെ വഹിച്ചു. So Satan is trembling on that. സാത്താൻ അതിൽ വിറയ്ക്കുകയാണ്. Heaven is rejoicing on it. സ്വർഗ്ഗം അതിൽ സന്തോഷിക്കുകയാണ്. So there are two things. രണ്ട് കാര്യങ്ങൾ. The cross of Jesus Christ യേശു കർത്താവിന്റെ കാൽവരി ക്രൂശ് brings joy in heaven even now. അത് ഇന്നും സ്വർഗ്ഗത്തിൽ സന്തോഷം കൊണ്ടുവരുന്നു. Even on that day when we all go, നമ്മൾ പോകുന്ന ആ നിമിഷത്തിലും there will be celebration of the cross of Jesus Christ. യേശു കർത്താവിന്റെ കാൽവരി ക്രൂശിന്റെ ആഘോഷം അവിടെ കാണും. And at the other end, we can see Satan is trembling even now because of the cross of Jesus പക്ഷെ Christ. അതിന്റെ മറുവശത്ത് സാത്താൻ ആ ക്രൂശിന്റെ മുൻപാകെ ഇന്നും വിറയ്ക്കുന്ന കാര്യമാണ് കാണുന്നത്. Unfortunately and very sadly, ഏറ്റവും ദുർഭാഗ്യവനായ കാര്യം, ദുഃഖമായ കാര്യവും we the men മനുഷ്യരായ നമ്മൾ do not consider this as a big privilege. നമുക്ക് ഈ ലഭിച്ചിരിക്കുന്ന വലിയ ഭാഗ്യത്തെ അത് കണക്കാക്കുന്നില്ല. This cross of Christ has become more of a religious sacrament യേശു കർത്താവ് rather than a religious living. യേശു കർത്താവിന്റെ കാൽവരി ക്രൂശിലെ ആ മരണം എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ആയിട്ട് ഒരു കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ട് Neither the cross of Christ gives us joy, neither the cross of Christ gives us a reason for living. യേശു കർത്താവിന്റെ കാൽവരി ക്രൂശിലെ മരണം നമുക്ക് സന്തോഷവും നമുക്ക് ജീവിക്കേണ്ടതായിട്ടുള്ള ഒരു കാരണവും കൊണ്ടുവരുന്നില്ല. Because cross of Jesus Christ, the message of the cross is still a foolishness in our heart. ആ ക്രൂശിന്റെ വചനം ഇന്നും അനേകർക്ക് ഒരു ഭോഷത്വമായി തന്നെ നിൽക്കുന്നു. Because the people who are not being saved, the people who are going to destruction, for them this is foolishness. ആ നാശത്തിലേക്ക് പോകുന്നവർ അവർക്ക് ഇന്നും അതൊരു ഭോഷത്വമായിട്ട് തന്നെയാണ് But ആയിരിക്കുന്നത്. what about us? പക്ഷെ നമ്മളെ സംബന്ധിച്ചത് Is എങ്ങനെയാണ്? this your message daily? ഇതാണോ നമ്മുടെ ജീവിതത്തിൽ അനുദിന സന്ദേശം? Is this your living daily? അനുദിനമായുള്ള നമ്മുടെ ജീവിതം എങ്ങനെയാണോ? Because we think that Christ died for us. Yes, I believe that. നമ്മൾ ചിന്തിക്കുന്നത് യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, ഞാൻ അതിൽ വിശ്വസിക്കുന്നു. But we are not going beyond that. പക്ഷെ അതിനപ്പുറമായിട്ട് നാം പോകുന്നില്ല. We do not want to go deeper into that, why Jesus died for us. എന്തുകൊണ്ട് യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന ആഴത്തിലേക്ക് നാം പോകുന്നില്ല. And what did he do for us on the cross? എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ എന്ത് ചെയ്തു എന്ന് നാം So here ചിന്തിക്കുന്നില്ല. it says what? ഇവിടെ എന്താണ് പറയുന്നത്? That we
that we, നമ്മൾ because of Jesus, what he did on the cross, യേശു കർത്താവ് കാൽവരി കുരിശിൽ ചെയ്തത് മുഖാന്തരം, because he died on the cross, യേശു കർത്താവ് കാൽവരി കുരിശിൽ he മരിച്ചത് bore മുഖാന്തരം, all our sins, നമ്മുടെ സകല പാവങ്ങളും ഏറ്റെടുത്ത he മുഖാന്തരം, took our penalty upon him, നമ്മുടെ ശിക്ഷ തന്നെ മേൽ ഏറ്റെടുത്ത he മുഖാന്തരം, took our curse upon him. നമ്മുടെ ശാപങ്ങളെ തന്നെ മേൽ ഏറ്റെടുത്തു. The most dreaded diseases of the sin that was destroying every human mankind, he healed it. പാപത്തിൻ്റെതായ ഏറ്റവും dreaded ആയിട്ടുള്ള ആ ശാപമായ കാര്യം എന്ന് പറയുന്നത് അതിനെ യേശു കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി. So it is not about healing of our cold and sickness and all. This is healing about every dreaded disease of sin that will destroy every soul. Jesus healed on the cross. നമ്മുടേതായ ചെറിയ പനിയും കോൾഡും ഒന്നുമല്ല, മറിച്ച് പാപത്തിന്റെ ഏറ്റവും ആശയകരമായ രോഗത്തിന്റെ അവസ്ഥകളെ യേശു കർത്താവ് പൂർണ്ണമായി കാൽവരി കുരിശിൽ അതിനെ സൗഖ്യമാക്കി That നീക്കിക്കളഞ്ഞു. we മുഖാന്തരം നമ്മൾ who are died to sin പാപത്തിൽ നമ്മൾ മരിച്ചുകൊണ്ട് might live for righteousness. നാം നീതിക്ക് വേണ്ടി ജീവിക്കണം. So what is our calling? നമ്മുടെ വിളി എന്താണ്? Is to live holy life without sin and live for righteousness. പാപമില്ലാതെ വിശുദ്ധിയായി ജീവിക്കുവാൻ, നീതിക്ക് വേണ്ടി ജീവിക്കുവാൻ. Not only proclaiming the death of Jesus on the cross, യേശു കർത്താവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തെ ഘോഷിക്കുന്നത് മാത്രമല്ല, not only about remembering why Jesus said that whenever you eat of this bread and drink of this cup, remember me. Why did he say that? കർത്താവിന്റെ മേശയിൽ നിന്ന് ഭാഗമാവുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? Why did Paul say that we preach Christ crucified? എന്തുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു? Why is the message always having Christ to be preached? എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കണമെന്ന് പറയുന്നത്? Why is the mystery of godliness as the main part is preaching Christ? ദൈവഭക്തിയുടെ ആ മർമ്മം എന്ന് പറയുന്നത് ക്രിസ്തുവാണെന്നുള്ള പ്രസംഗിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? What did Jesus commission? Go and teach them. ഈ ദൈവത്തിന്റെ ആ നിയോഗം എന്തായിരുന്നു? നിങ്ങൾ പുറപ്പെട്ട് ചെന്നവരെ പഠിപ്പിക്കുക. It's not about giving baptism. സ്നാനം കൊടുക്കുന്ന ഒരു കാര്യം മാത്രമല്ല, It is about teaching them to obey the commandments of God. ദൈവത്തിന്റെ കൽപ്പനകളെ അതിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. It is about teaching them. അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. Jesus went to each villages and cities. He did not only heal them. What did he do? He preached to them. യേശു കർത്താവ് ഓരോ ഗ്രാമം തോറും പട്ടണം തോറും കടന്നു ചെന്ന് അവരെ രോഗികളെ സൗഖ്യമാക്കുക മാത്രമല്ല ചെയ്തത്, പിന്നെയോ അവരെ പഠിപ്പിച്ചു. We know the verse mystery of godliness, 2 Timothy chapter 3 verse 16. ദൈവഭക്തിയുടെ മർമ്മം എന്താണെന്ന് 2 തിമോത്തി 3 I would just like to remind you, this is not our subject, just to remind you the importance of Christ. ക്രിസ്തുവിന്റെ പ്രധാനത്തെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ്. First Timothy. And without controversy, Yeah. great is the mystery of God. Without controversy, great is the mystery of godliness. Now, please take note of this. ഇതിനെ വളരെ ശ്രദ്ധയോടെ നോക്കുക. So, what is it says? ഇവിടെ എന്താണ് പറയുന്നത്? So, what is the mystery of godliness? ദൈവഭക്തിയുടെ മർമ്മം എന്താണ്? God was manifested in the flesh, God was manifest in the flesh, justified in the spirit, justified in the spirit, seen by angels, seen by angels, preached among the Gentiles, preached among the Gentiles, believed on in the believed on in the world, world, received up in glory. So, the greatness, the mystery of godliness, you can see one important factor which is not to be excluded. That is preaching of Christ. ഇവിടെ ദൈവഭക്തിയുടെ മർമ്മത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ക്രൂശിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. Yes, Jesus was manifest in flesh. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. He died for us. അവ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. He became our Redeemer. നമ്മുടെ വീണ്ടെടുപ്പുകാരനായി But തീർന്നു. he was preached. അവൻ പ്രസംഗിക്കപ്പെട്ടു. What is the preaching of Christ? ആ പ്രസംഗത്തെ ക്രിസ്തുവിന്റെ പ്രസംഗം What എന്താണ്? is the preaching of Christ? ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം When, എന്താണ്? when Paul says പൗലോസ് പറയുമ്പോൾ that we preach Christ crucified, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഞങ്ങൾ if we പ്രസംഗിക്കുന്നു. do not preach him, അവനെ നാം പ്രസംഗിക്കുന്നില്ല എങ്കിൽ cursed is us, woe to us. അത് ഞങ്ങൾക്ക് ശാപമായ So, കാര്യമാണ്. what is it important to preach Christ? ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് എന്താണ് പ്രധാനമായിരിക്കുന്നത്? Because
of what is set an example for us, we have to follow. അവൻ നമുക്ക് വെച്ചിരിക്കുന്ന ഒരു മാതൃക നാം പിന്തുടരുക എന്നുള്ളതാണ്. Jesus bore our sin on the cross, യേശു കർത്താവ് കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു. and he bore our curses on the cross. തന്റെ ആ ക്രൂശിന്മേൽ നമ്മുടെ സകല ശാപങ്ങളെയും വഹിച്ചു. He took our penalty of death and he took upon himself, ആ പാപത്തിന്റെ ശമ്പളമായ മരണത്തെ താൻ തന്റെ മേൽ ഏറ്റെടുക്കുവാൻ ഇടയായി തീർന്നു. that we, അത് മുഖാന്തരം നമ്മൾ, so therefore we all അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും will do what? നമ്മൾ എന്ത് ചെയ്യും? Who have died to sin പാപത്തിൽ മരിച്ചവർ will live for righteousness. നീതിക്കായി ജീവിക്കും. Which means അതുകൊണ്ട് അത് അർത്ഥമാക്കുന്നത് our death on the cross ക്രൂശിന്മേലുള്ള നമ്മുടെ മരണം is not only a positional death. അതൊരു ഒരു സ്ഥാനമായിരിക്കുന്ന ഒരു മരണം It is മാത്രമല്ല. not only about a faith that I am died with Christ. ആ ക്രിസ്തുവിനോടുകൂടെ ഞാൻ മരിച്ചു എന്നുള്ള ഒരു വിശ്വാസം മാത്രമല്ല, It is about our daily living. നമ്മുടെ ഓരോ ദിവസത്തെയുള്ള So ജീവിതമാണ്. yes, it is true that it is our positional faith that makes us stand, ആ വിശ്വാസപരമായ വിശ്വാസത്തിന്റെ ആ സ്ഥാനം അത് നമ്മൾ നിലനിർത്തുന്ന ഒരു കാര്യം, അത് but സത്യമാണ്. that does not finish if we do not follow that. പക്ഷേ അതുകൊണ്ട് അവിടെ കൊണ്ട് തീരുന്നില്ല, നാം അതിനെ പിന്നെ പിന്തുടരുന്നില്ല എങ്കിൽ. That is what we can read tonight. I would like you to read more verses today, ഈ രാത്രി കാലം അനേകം വാക്യങ്ങൾ വായിക്കുവാൻ so ആഗ്രഹിക്കുന്നു. that we as Christians should be very clear അത് മുഖാന്തരം ക്രിസ്ത്യാനികളെ നമ്മൾ ഓരോരുത്തരും വളരെ വ്യക്തമായി about മനസ്സിലാക്കി our calling. നമ്മുടെ വിളിയുടെ ഉദ്ദേശം As എന്താണ്. I said, ഞാൻ പറഞ്ഞതുപോലെ the death of Jesus Christ and the cross of Jesus Christ യേശു കർത്താവിന്റെ ആ കാൽവരി ക്രൂശിലെ മരണം is bringing joy in heaven. അത് സ്വർഗത്തിൽ സന്തോഷം കൊണ്ടുവരുന്നു. It shakes the kingdom of Satan. സാത്താന്റെ രാജ്യത്തെ അത് വിറപ്പിക്കുന്നു. Satan is trembling. He knows his end is near. ആ സാത്താൻ വിറയ്ക്കുന്നു, തനിക്കറിയാം തന്റെ അവസാനം That is അടുത്തുകൊണ്ടിരിക്കുകയാണ്. why we as men, അതുകൊണ്ട് നമ്മൾ മനുഷ്യരായ നമ്മൾ for ഓരോ whom all this was done, ഇതൊക്കെ നമുക്ക് വേണ്ടി ചെയ്തത് കൊണ്ട് should not lose our vision of the cross, ആ ക്രൂശിന്റെ കാഴ്ചപ്പാട് നമുക്ക് നഷ്ടമായി പോകരുത്. and daily we should live righteously. ഓരോ ദിവസവും നീതിയോടെ നാം ജീവിക്കണം. Daily we should live without sin. പാപമില്ലാതെ ഓരോ ദിവസവും ജീവിക്കണം. And this is possible ഇത് നമുക്ക് സാധ്യമാണ്. unless and until we do not have a desire and a need for this. അതിനു വേണ്ടി ഒരു ആവശ്യം, അതിനു വേണ്ടി ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ. Because one more thing what has happened, ഒരു കാര്യം കൂടെ അവിടെ സംഭവിച്ചത്, Satan has made the message of the cross so deviated that we have been eroded from the true word of God. ആ സാത്താൻ ചെയ്ത ഒരു കാര്യം, ആ ക്രൂശിന്റെ വചനത്തെ വളരെ തെറ്റായി അതിൽ നിന്ന് വ്യതിചലിപ്പിച്ച് നമ്മൾ ഓരോരുത്തരും അതിൽ നിന്ന് മാറിപ്പോകുവാൻ ഇടയാക്കുന്നു. If we are given an assurance that Jesus died for our sin forever, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു കർത്താവ് എന്നേക്കുമായി മരിച്ചു എന്നൊരു കാര്യത്തിനുള്ള നിശ്ചയം നമുക്ക് so ലഭിക്കുന്നു. brother, you are not a sinner ബ്രദറെ, നിങ്ങളൊരു പാപിയല്ല, because you have believed in Jesus Christ. കാരണം നിങ്ങൾ യേശു കർത്താവ് വിശ്വസിക്കുന്നു. So this is true. ഇത് സത്യമായ കാര്യമാണ്. But the brother is thinking that Jesus did everything for me. Now I can live however I want. സഹോദരൻ ചിന്തിക്കുന്നു, യേശു കർത്താവ് എനിക്ക് വേണ്ടി സകല കാര്യത്തിനു വേണ്ടി മരിച്ചു, ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന്. And this is eroding the real cause and the purpose of our living. നമ്മുടെ ജീവിതത്തിൻ്റെതായ ആ വിളിയുടെ ഉദ്ദേശത്തിൽ നിന്നും നാം അതിൽ നിന്ന് മാറിപ്പോവുകയാണ്. So the brother is thinking that I can live however I want because I am still believing that Jesus died for me. ആ സഹോദരൻ ചിന്തിക്കുന്നത്, യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന്. I know that Jesus died and he's so wonderful, he's so lovely. യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള കാര്യം അറിയുന്നത് വളരെ അതിശയകരമായ കാര്യമാണ്, സ്നേഹപരമായ കാര്യമാണ്. But I cannot tell him that, brother, you should not sin. പക്ഷെ എനിക്ക് പറയുവാൻ പറ്റുന്നില്ല, ബ്രദറെ നീ പാപം ചെയ്യരുത്. Because somewhere the message has been changed. എവിടെയോ ആ ക്രൂശിന്റെ വചനം മാറിപ്പോയിരിക്കുന്നു. It is giving an assurance that Jesus did for us, അവൻ ഒരു നിശ്ചയം കൊടുക്കുന്നു, യേശു കർത്താവ് അവന് വേണ്ടി മരിച്ചു. but not making us know that now we who have died to sin should live for righteousness. പക്ഷേ അവൻ ഈ ഒരു അറിവ് കൊണ്ടുവരുന്നില്ല, ഇപ്പോൾ പാപത്തിൽ മരിച്ചവരായ ഞാൻ ആ നീതിക്ക് വേണ്ടി ഇനി ജീവിക്കണമെന്ന്. He does not need a savior. അവനൊരു രക്ഷകന്റെ ആവശ്യം വരുന്നില്ല. That is why he is not wanting to hear about Jesus, he is wanting to hear about blessings. അതുകൊണ്ടാണ് അവന് യേശു കർത്താവിനെ കുറിച്ച് കേൾക്കുവാൻ ആഗ്രഹം വരാതെ അനുഗ്രഹത്തെ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്. That is why you have people everywhere. അങ്ങനെയാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെയും കാണുവാൻ കഴിയുന്നത്. They want only the external things. അവർക്കൊക്കെയും പുറമെയുള്ള കാര്യങ്ങളാണ് ആവശ്യമായി. They want things which are external. അവർ പുറമെയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് ആവശ്യമായി. What about us? നമ്മളെ കുറിച്ച് എന്താണ്? What about us? നമ്മളെ കുറിച്ച് എന്താണ്? What are we seeking നമ്മൾ for? എന്തിനാണ് What അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? are we looking for? നമ്മൾ എന്തിനാണ്
മാത്രമാണ് If നോക്കിക്കൊണ്ടിരിക്കുന്നത്. the cross is not our focus, ആ ക്രൂശ് നമ്മുടെ ഫോക്കസ് ആയി if തീരുന്നില്ല, Jesus is not our focus, യേശു കർത്താവ് നമ്മുടെ ഫോക്കസ് ആയി തീരുന്നില്ല എങ്കിൽ we are also getting into that deception where Christ has done everything for us. നമ്മളും ആ ഒരു ചതിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ആ ക്രിസ്തു നമുക്ക് വേണ്ടി സകലവും നിർവഹിച്ചു എന്ന്. Yes, Christ has done everything for us. തീർച്ചയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി സകലവും That നിർവഹിച്ചു. doesn't mean that I do not need a savior now. അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല എനിക്കിപ്പോൾ രക്ഷകന്റെ ആവശ്യമില്ല Now എന്ന്. the next part is അതിന്റെ അടുത്ത ഭാഗം എന്ന് Satan പറയുന്നത് has eroded the other level. സാത്താൻ പിന്നെയും അതിനെ മാറ്റിമറിക്കുകയാണ്. Okay, I know that Jesus died for my sin. യേശു കർത്താവിന്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഒരു കാര്യം He is എനിക്കറിയാം. my savior. അവൻ എന്റെ രക്ഷകനാണ്. My salvation is in believing in him. അവനിൽ വിശ്വസിക്കുന്നതാണ് എന്റെ രക്ഷ. So you confess your faith, ഞാൻ എന്റെ വിശ്വാസത്തെ നാം you ഏറ്റെടുക്കുന്നു. receive Jesus, യേശു കർത്താവിനെ you സ്വീകരിക്കുന്നു. become a child of God. ദൈവത്തിന്റെ മകനായി തീരുന്നു. Now they think, I do not need Jesus daily in my life. I need not go to the cross and have repentance over my sin. എനിക്കിപ്പോൾ എന്റെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ യേശു കർത്താവിനെ ആവശ്യമില്ല. എന്നുമെന്നുമുള്ള എന്റെ ജീവിതത്തിൽ ആ ക്രൂശിന്റെ അടുക്കിലേക്ക് പോയിട്ട് പാപത്തെ ഏറ്റുപറയേണ്ട ആവശ്യമില്ല എന്ന്. I need not die. എനിക്ക് മരിക്കേണ്ടതായ ആവശ്യമില്ല. I did not repent of my sin. നമ്മൾ എന്റെ പാപത്തിൻ്റെതായ ഏറ്റുപറച്ചിലുകൾ ആവശ്യമില്ല. Why? എന്തുകൊണ്ട്? Because you are under grace. കാരണം ഇപ്പോൾ കൃപയിൻ കീഴിലാണ്. Because that is the deception that Satan is bringing. ഇപ്പോൾ സാത്താൻ കൊണ്ടുവരുന്ന ഒരു ചതിയാണത്. Okay, you are a child of God. നീ ഒരു ദൈവത്തിന്റെ മകനാണ്. You are believing in the salvation of Jesus. യേശു കർത്താവ് തന്നിരിക്കുന്ന രക്ഷയിൽ വിശ്വസിക്കുന്നു. You are believing in the death of Jesus on the cross. യേശു കർത്താവിന്റെ ക്രൂശിന്മേലുള്ള മരണത്തിൽ വിശ്വസിക്കുന്നു. Yes, you know that you have received the forgiveness of sin. ആ പാപത്തിൻ്റെതായ ക്ഷമ ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു. So now, whatever you do now, ഇപ്പോൾ നാം ചെയ്യുന്ന എല്ലാ കാര്യവും, whatever lust and desire and sin comes in your life now, നമ്മുടെ ജീവിതത്തിന്റെ പാപത്തിൻ്റെതായ മോഹങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം കടന്നു വരുന്നത്, Jesus knows about it. അതൊക്കെയും യേശു കർത്താവിന് അറിയാം. His finished work will help you to come out of it. ആ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ നിവർത്തിച്ച സകല ആ കാര്യങ്ങളൊക്കെയും ഇതിൽ നിന്നൊക്കെയും പുറത്തു വരുവാൻ എന്നെ സഹായിക്കും. But you need not be pricked, or you did not have a condemnation, or you need not be thinking about it, because Jesus has considered everything that you are a child of God, not to worry. അതിനെക്കുറിച്ച് ഒരു കുറ്റബോധമോ അതിനെക്കുറിച്ചുള്ള ഒരു പാപബോധമോ ഇപ്പോൾ കടന്നു വരുന്നില്ല. കാരണം യേശു കർത്താവ് കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു, ഞാൻ ഇപ്പോൾ ഒരു ദൈവത്തിന്റെ മകനാണെന്ന് ചിന്തിക്കുന്നു. And the thought has been put into our minds that Jesus knows everything and he considers everything that we are mere men, weak men. ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ വെറും ബലഹീനരായ മനുഷ്യരാണ്, യേശു കർത്താവ് സകലവും അറിയുന്നുണ്ട് എന്നാണ്. Okay, can you do something good? അതുകൊണ്ട് എന്തെങ്കിലും നല്ലതായിട്ടുള്ള കാര്യം ചെയ്യുക. Okay, do some mission work. ഒരു മിഷന്റേതായ ചില കാര്യങ്ങൾ ചെയ്യുക. You give some extra money. ചില എക്സ്ട്രാ മണി പൈസ കൊടുക്കുക. Okay, you pray for some more hours. ചില നീണ്ട നേരം കൂടെ പ്രാർത്ഥിക്കുക. Okay, you take some fasting in between. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപവാസം എടുക്കുക. To give us a feeling നമുക്കൊക്കെ ഒരു ചിന്ത തരുവാൻ that വേണ്ടി God is pleased with us. ഇത് മുഖാന്തരമൊക്കെ ദൈവം പ്രസാദിക്കും. Even if I harbor any enmity, എന്തെങ്കിലും ശത്രുത്വത്തെ വെച്ചുകൊണ്ടിരിക്കുകയാണ്, even if I harbor any envy, എന്തെങ്കിലും അസൂയ എന്നുള്ളിൽ ഉണ്ടെങ്കിൽ, even if I harbor any lies, എന്തെങ്കിലും കള്ളത്തരങ്ങളുള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും, if I keep any hypocrisy, എന്തെങ്കിലും കപടത എന്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും, it's okay. God knows everything. അതൊക്കെ സാരമില്ല, ദൈവം എല്ലാം അറിയുന്നുണ്ട്. This is the other deception. ഇവിടെയാണ് ചതി സംഭവിക്കുന്നത്. This is what has eroded the quality of Christian life. ഇവിടെയാണ് ആ ക്രിസ്തീയ ജീവിതത്തിന്റെ ആ ക്വാളിറ്റിയെ This മാറ്റിക്കൊണ്ട് is what has eroded the real purpose of our calling. നമ്മുടെ വിളിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശത്തെ ഇവിടെയാണ് വ്യതിചലിച്ചു മാറിപ്പോകുന്നത്. And this is constraining the church to tell the people that you cannot live a life of sin. ഇവിടെയാണ് ദൈവസഭയ്ക്ക് ആ കൺസ്ട്രെയിൻ ആയിട്ട് വരുന്നത്. ആൾക്കാരെ, നിങ്ങൾ പാപത്തിൽ തുടരുവാൻ പാടില്ല. The message of the cross, ആ ക്രൂശിന്റെ ആ when സന്ദേശം Peter stood up, പത്രോസ് എഴുന്നേറ്റ് the നിന്നു. word of God says, വേദന വചനം their പറയുന്നു, hearts were pricked. അവരുടെ ഉള്ളിൽ കുത്തുകൊണ്ട്. But now the trend is that you need to feel good. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് From പറയുന്നത്, where this has come? It has not come from the denominational church. It has come from our people. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും നല്ലതായിട്ട് ഫീൽ ചെയ്യണം. അത് ഡിനോമിനേഷൻ ചർച്ചിൽ നിന്ന് വന്ന കാര്യമല്ല, നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ സംഭവിച്ച കാര്യമാണ്. Feel good. നല്ലതായിട്ട് ഫീൽ ചെയ്യുക. The church should make an environment that every person who sits there should have what? He should feel good. ദൈവസഭയിലുള്ള അന്തരീക്ഷം അവിടെ നിന്നിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഒരു നല്ല രീതിയിലുള്ള ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. My dear people, എന്റെ പ്രിയപ്പെട്ട ആൾക്കാരെ, are you happy? നിങ്ങൾ സന്തോഷമാണോ?
My dear people, എന്റെ പ്രിയപ്പെട്ട ആൾക്കാരെ, God has made you so prosperous. ദൈവം നിങ്ങളെല്ലാം ഏറ്റവും My അനുഗ്രഹിക്കും. dear people, എന്റെ പ്രിയപ്പെട്ട ആൾക്കാരെ, you are so blessed that God has forgiven your sins. ദൈവം നിങ്ങളുടെ പാവങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് നിങ്ങൾ വളരെ That is അനുഗ്രഹിക്കപ്പെട്ടവരാണ്. why sitting near in the front seat, അതുകൊണ്ടാണ് നിങ്ങളൊക്കെയും ഈ സീറ്റിൽ ഇരിക്കുന്നത്. the people are divorced. The ഡൈവേഴ്സ് ആയ people are ആൾക്കാർ, having extramarital affairs. എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉള്ളവര്, People are bribing. ബ്രൈബ് ചെയ്യുന്നവര്, People are cheating. ചീറ്റ് ചെയ്യുന്നവര്, Feel good. അവരൊക്കെയും നല്ല ഫീൽ ഗുഡ് The ആയിട്ട് message of the cross ആ ക്രൂശിന്റെ സന്ദേശം should prick the heart. അവർ ഹൃദയത്തിൽ കുട്ടു. Either he will sit there ഒന്നുകിൽ അവൻ അവിടെ ഇരിക്കണം, or he will never come. ഇല്ലെങ്കിൽ ഒരിക്കലും പിന്നീട് കടന്നു This വരും. is what the message of the cross. ഇതാണ് ക്രൂശിന്റെ സന്ദേശം. This is what we can see the early church. ഇതാണ് ആദിമസഭയിൽ കണ്ടത്. When Peter stood up, പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട്, when Peter stood up about the death of Jesus on the cross and why he died, യേശു കർത്താവ് ക്രൂശിൽ മരിച്ചതും അവൻ എന്തുകൊണ്ട് മരിച്ചു എന്ന് എഴുന്നേറ്റ് പറഞ്ഞപ്പോൾ the people were pricked in their heart. അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് And what did they say? അവരെന്താണ് ചെയ്തത്? That is what should happen. അതാണ് ഇപ്പോഴും സംഭവിക്കേണ്ടത്. When we read the word of God, നാം ദൈവത്തിന്റെ വചനം what is വായിക്കുമ്പോൾ it telling? അതെന്താണ് നമ്മളോട് Jesus സംസാരിക്കുന്നത്? bore our sin യേശു കർത്താവ് നമ്മുടെ പാവങ്ങളെ വഹിച്ചു. that we അത് മുഖാന്തരം നമ്മൾ might live നമ്മൾ ഓരോരുത്തരും for righteousness. നീതിക്ക് വേണ്ടി Why? ജീവിക്കും. എന്തുകൊണ്ട്? Because we are dying to sin. കാരണം നാം പാപത്തിൽ മരിക്കുന്നത് We കൊണ്ട്. died to sin. നാം പാപത്തിൽ മരിച്ചു, We are dying to sin. നമ്മൾ പാപത്തിൽ മരിക്കുന്നു. And then, അതിനുശേഷം when the word of God comes into our heart, ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് not വരുമ്പോൾ, only during the preaching, അത് പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല, every day when we walk, എല്ലാ സമയത്തും നാം നടക്കുമ്പോൾ it will prick us. അത് നമ്മുടെ ഹൃദയത്തിൽ കുത്തും. What you are doing is not right. നമ്മൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള What you കാര്യമല്ല. are thinking is not right. നാം ചിന്തിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. What is there in your attitude is not right. മനോഭാവത്തിൽ കടന്നു വരുന്ന കാര്യങ്ങൾ ശരിയല്ല. What you are trying to prove is not right. തെളിയിക്കുവാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല. We are all trying to prove many things, നമ്മൾ എല്ലാവരും അനേകം കാര്യങ്ങൾ തെളിയിക്കുവാൻ but ശ്രമിക്കുകയാണ്. we are not able to realize പക്ഷെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. that my sin എന്റെ പാപം is ever before me. എപ്പോഴും എന്റെ മുൻപിൽ തന്നെയുണ്ട്. And if I don't see my sin, എന്റെ പാപത്തെ എനിക്ക് കാണുവാൻ പറ്റുന്നില്ല if I'm not able to judge my sin, എന്റെ പാപത്തെ എനിക്ക് വിധിക്കുവാൻ പറ്റുന്നില്ല എങ്കിൽ I will not be able to repent from my sin. അതിന് ആ പാപത്തെ ഏറ്റു പറയുവാൻ മാനസാന്തരപ്പെടുവാൻ കഴിയും. Unless or until I do not repent of my sin, ആ പാപത്തെ കുറിച്ച് ഏറ്റു പറയുന്ന മാനസാന്തരപ്പെടുന്നില്ല there is no purpose for me to live righteously. ആ ഒരു നീതിക്ക് വേണ്ടി ജീവിക്കേണ്ട യാതൊരു How ഉദ്ദേശവും can you live righteously? എങ്ങനെയാണ് നീതിയായി ജീവിക്കുവാൻ What is സാധിക്കുന്നത്? the righteous work that you can do? എന്താണ് നീതിയുടെ പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയുന്നത്? If I am not repentant on some of the areas, I am not able to do anything right. ആ പാപത്തെ മാനസാന്തരത്തിൻ്റെതായ വിഷയങ്ങളെ എന്റെ ജീവിതത്തിൽ ക്രമീകരിക്കുന്നില്ല എങ്കിൽ എങ്ങനെ നീതിക്കായി ജീവിക്കൂ? What is righteous living? എന്താണ് നീതിയായിട്ടുള്ള ജീവിതം? What we are living, that is righteous living. നമ്മൾ ജീവിക്കുന്ന ജീവിതമാണോ നീതിയായിട്ടുള്ള ജീവിതം? If it is right before God, അത് ദൈവത്തിന്റെ മുൻപാകെ every ശരിയായിട്ടുള്ളതാണെങ്കിൽ, thought that you have, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ ചിന്തകളും, every action you do, നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ ആക്ഷൻസും, every desire that you have, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ ആഗ്രഹങ്ങളും, every word that you speak, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ വാക്കുകളും, if it is right before അത് God, ദൈവത്തിന്റെ മുൻപാകെ that ശരിയായിട്ടുള്ളതാണെങ്കിൽ is called righteous living. അതാണ് നീതിയായിട്ടുള്ള But ജീവിതം. if you do not have repentance, നമുക്ക് മാനസാന്തരപ്പെടുന്ന if you do not see that we have to die to sin, ആ പാപത്തിൽ മരിക്കണമെന്നുള്ള കാര്യത്തെ കുറിച്ച് നാം കാണുന്നില്ല how എങ്കിൽ can we live that? എങ്ങനെയാണ് അങ്ങനെ ജീവിക്കുവാൻ And സാധിക്കുന്നത്? that is why it is reminding us അതാണ് പിന്നെയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. that He died on the cross, യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു. that we, അതിന് മുഖാന്തരം നമ്മൾ, so that, yes, that is the right word, Adu Muhandram, that അതിന് മുഖാന്തരം നമ്മൾ, we who have died to sin, നാം പാപത്തിൽ മരിച്ചു will live for righteousness. നീതിക്ക് വേണ്ടി ജീവിക്കാം. Now let's turn to Romans chapter 6. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം. And I want everybody to pay attention to this word, എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഈ വാക്യത്തിന് because we may end up reading the whole chapter. ഒരു പക്ഷേ അതിന്റെ മുഴുവനും അധ്യായം നാം വായിക്കുമായിരിക്കും. But I will pray that God will establish in our hearts ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവം തന്നെ ഈ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരമാക്കുക. about what is the true word of God ദൈവത്തിന്റെ സത്യമായ വചനം എന്താണ്, and why the word of God stresses on this part. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെയും ദൈവത്തിന്റെ വചനം വ്യക്തമായി ഊന്നി പറയുന്നത്. It is not about theory and theological. അത് ദൈവശാസ്ത്രപരമായിട്ട് തിയോളജി ആയിട്ടുള്ള കാര്യമല്ല. It is about our living, അത് നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. that we might live to Christ. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. Praise the Lord. Praise the Lord. So let us turn to Romans chapter 6. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം. It starts with a question. അതൊരു ചോദ്യത്തോടെയാണ് തുടങ്ങുന്നത്. What shall we say then? ആകയാൽ നാം എന്തു പറയണ്ടു? Shall we continue in sin that grace may abound? കൃപ പെരുകേണ്ടതിന് നാം പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? What is the answer? അതുകൊണ്ട് അതിന് ഉത്തരം എന്താണ്? What is the answer? അതിന് ഉത്തരം എന്താണ്? So from where the hell that
doctrine came that you can live because grace is sufficient for you. ആ കൃപ അത്യന്തമുള്ളത് കൊണ്ട് എങ്ങനെയും ജീവിക്കാമെന്നുള്ള ആ ഒരു ഉപദേശം എവിടെ നിന്നാണ് കടന്നു വന്നത്? From where it came? എവിടെ നിന്നാണ് അവർക്ക് അത് കടന്നു വന്നത്? Because I read lot of resources. ഞാൻ അനേകം ആ റിസോഴ്സുകൾ വായിക്കുന്നുണ്ട്. Whenever there is a tendency, and there is a tendency to believe that, അതിലൊക്കെയും വിശ്വസിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. there is a tendency to believe in some of the very subtle things that come, സട്ടിലായിട്ട് വരുന്ന കാര്യങ്ങളിലൊക്കെയും വിശ്വസിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. because it looks very good, അതൊക്കെ വളരെ നല്ലതായിട്ട് it തോന്നുന്നു. looks very true from the doctrine point of view, ഉപദേശപരമായി വളരെ സത്യമായിട്ട് അത് തോന്നിക്കുന്നു. but it does not even a thought should not come in our heart that God will allow sin to remain in our lives. നമ്മുടെ ജീവിതത്തിൽ പാപം വസിക്കുവാൻ ദൈവം അനുവദിക്കുന്ന ഒരു ചിന്ത പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ പാടില്ല. How many of us will be happy throughout our life when our child commits a mistake again and again? നമ്മുടെ കുഞ്ഞുങ്ങൾ പിന്നെയും പിന്നെയും തുടർമാനമായിട്ട് തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പേര് ജീവിതത്തിന്റെ അന്ത്യത്തോളം അതിൽ സന്തോഷിക്കുന്നവരായിരിക്കും? Your child will always respect you and honor you. Don't worry. എപ്പോഴും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. But your child is lying. പക്ഷേ നിങ്ങളുടെ കുഞ്ഞ് കള്ളം പറയുകയാണെങ്കിൽ, You saw and you told and you understood that the child is lying. നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് മനസ്സിലായി കുഞ്ഞ് കള്ളം പറയുകയാണ്. One time happened. ഒരു പ്രാവശ്യം സംഭവിച്ചു. Second time happened. രണ്ടാമത്തെ പ്രാവശ്യം സംഭവിച്ചു. Tell me, as a parent, ഒരു മാതാവായി നിങ്ങൾ പറയുക, ഒരു മാതാപിതാക്കളായി നിങ്ങൾ പറയുക, do you have no feeling about it? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വിചാരവുമില്ലയോ? Or you will say, no, the child is good, he's going to be okay, he's going to read his Bible, and he's going to pray, he's going to come to meeting. Okay, that lying is there, it will go. We may tell. So are you going to ignore that, or are you going to feel about it? അതൊക്കെ സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ ഗൗനിക്കാതിരിക്കുമോ, അതോ നമ്മളെ തന്നെ ശ്രദ്ധിക്കാതെ വിടുമോ? Tell me, I don't know, new young parents, how do you feel? So from where do we think that God, our Father, does not feel when we sin? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നാം പാപം ചെയ്യുമ്പോൾ ദൈവം അതിനെക്കുറിച്ച് വിചാരിക്കത്തില്ല എന്ന് എങ്ങനെയാണ് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്? This is what I'm trying to say. ഇതാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. Somehow the Christendom has come to a position ഇപ്പോഴുള്ള ക്രിസ്തീയ ആഗോളം ഇങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. even when we are committing sin, very clear sin, വളരെ വ്യക്തമായ പാപം ചെയ്യുമ്പോഴും we are able to sit very confidently and very happily in the presence of God. ദൈവ സാന്നിധ്യത്തിൽ വളരെ കോൺഫിഡന്റ് ആയി വളരെ സന്തോഷമായിട്ട് ഇരിക്കുവാൻ കഴിയും. And that is called rebelliousness, അതാണ് മത്സരം എന്ന് പറയുന്നത്. which means അതിന്റെ അർത്ഥം the people of Israel, ഇസ്രായേൽ മക്കൾ see how their journey started. എങ്ങനെയാണ് അവരുടെ ആ യാത്ര തുടങ്ങുന്നത്? The journey of the sin. ആ പാപത്തിൻ്റെതായ യാത്ര. Initially, God reminded them continuously. ആദ്യമൊക്കെയും ദൈവം തുടർമാനമായിട്ട് അവർ ഓർമ്മിപ്പിച്ചുകൊണ്ട്, Remember on the mount, when God told them that you have to follow this, you have to obey this, what did they say? We will follow whatever you say. ഓർക്കുക, സീനായ് പർവ്വതത്തിൽ ദൈവം പ്രത്യക്ഷമായി അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെയും അനുഷ്ഠിക്കണം, പ്രമാണിക്കണമെന്ന്. അതിന് മറുപടിയാ ഒരു ഉത്തരം പറഞ്ഞത്, ഞങ്ങൾ അതൊക്കെയും അനുസരിച്ചു കൊള്ളാം, പ്രമാണിച്ചു Did കൊള്ളാം. they do? പക്ഷെ അവർ ചെയ്തു? അത് They did not do. അവരത് ചെയ്തില്ല. God sent his prophets one after the other, പിന്നെയും ദൈവം തന്റെ പ്രവാചകന്മാരെ അയച്ചു reminding them. അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. They heard it. അവരത് കേട്ടു. They sometimes repented of it. ചില പ്രാവശ്യമൊക്കെയും അവൾ അതിനെക്കുറിച്ച് ഓർത്ത് They said, okay, we'll turn back. ഞങ്ങൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. And then they turned back അവർ മടങ്ങി വന്നു. again to commit the same problem. പിന്നെയും ആ സെയിം പ്രോബ്ലം തന്നെ പിന്നെയും They wanted to come out of the troubles അവർക്ക് അവരുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരും. and then go back to their own ways. പിന്നെയും അവരുടേതായ വഴികളിലേക്ക് മടങ്ങി പോകുന്നു. And then finally they reached a stage ഏറ്റവും അവസാനമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് കടന്നു വന്നു. where they said, whatever you say, we will not do. അവർ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ചെയ്യത്തില്ല. Whatever God says, ദൈവം എന്തൊക്കെ പറഞ്ഞാലും we will never do. ഞങ്ങൾ ഒരിക്കലും അത് They ചെയ്യത്തില്ല. were very clear. ഞങ്ങൾ അതിനെക്കുറിച്ച് വളരെ This is വ്യക്തമാണ്. the progression of life. ഇതാണ് ഇസ്രായേൽ മക്കളുടെ ആ ജീവിത ആ പ്രോഗ്രഷനായി കാണുന്നത്. If we do not consider our Father who's looking at us, and if we think of anything that we harbor in our heart, and we do not feel anything bad about it,
my dear brothers and sisters and children, we are in a progression of finally reaching a stage where our hearts will be hardened and we will never ever even receive what is told to us. നമ്മളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന പിതാവിന്റെ മുൻപാകെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും പാവമായ വിഷയങ്ങൾ വെച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിനെക്കുറിച്ച് ഓർത്ത് മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നാം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ പോക്ക് എന്ന് പറയുന്നത് ഹൃദയ കാഠിന്യത്തിലേക്കും നാശത്തിലേക്കുമായിരിക്കും. And if we are not able to see the current Christendom ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തെ നമുക്ക് നോക്കുക, going in this direction, ഈ ഒരു ഡയറക്ഷനിലേക്ക്, ദിശയിലേക്ക് the പോകും. reason is because ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, we are also in that turmoil. ഇന്ന് നാം ആ ഒരു ടർമോയിലാണ്. How we can balance our life which is with sin and our life with Christ. എങ്ങനെ പാപത്തിലുള്ള നമ്മുടെ ജീവിതം ക്രിസ്തുവുമായിട്ടുള്ള ജീവിതത്തെ ബാലൻസ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകുവാൻ പറ്റും. Jesus said very clearly in Luke chapter 9 verse 23, യേശു കർത്താവ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം if 24-ാം വാക്യത്തിൽ anyone പറഞ്ഞു, desires, if anyone desires to come after me, he has to do three things. Number one, let him, what is the denial? That is cross. That is, deny himself means die to self. ആരെങ്കിലും 9:23. അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കും. So number one, what is there? ഒന്നാമത്തെ കാര്യം അവിടെ എന്താണ് പറയുന്നത്? Deny self. തന്നെത്താൻ What is നിഷേധിക്കുക. deny self? എങ്ങനെ, എന്താണ് തന്നെ നിഷേധിക്കുക എന്ന് പറയുന്നത്? Deny to ourselves. നമ്മ- Die to ourselves. നമ്മുടെ സ്വയത്തിൽ നാം മരിക്കുക, സ്വയത്തെ So നിഷേധിക്കുക. Jesus saying, യേശു കർത്താവ് പറയുന്നു, it is not a compulsion. അതൊരു കമ്പൽഷൻ ആയിട്ടുള്ള ഒരു കാര്യമല്ല. Don't misunderstand me. അതിനെ തെറ്റായിട്ട് I'm not saying it's not a compulsion for denying self. It is not a compulsion to follow Jesus. യേശു കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളത് കമ്പൽഷൻ ആയിട്ടുള്ള ഒരു കാര്യമല്ല. What does that mean? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? Jesus says, is anyone, ആരെങ്കിലും if anyone ആരെങ്കിലും desires to come after me, എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, this is the three condition. ഇതാണ് മൂന്ന് കണ്ടീഷനായിട്ട്. What is that? ഒന്ന്, Die to self. തന്നെ താൻ നിഷേധിക്കുക. Jesus did not die on the cross, യേശു കർത്താവ് ക്രൂശിൽ മരിച്ചിട്ടില്ല. but he's setting a real principle of discipleship. പക്ഷേ ശിഷ്യത്വത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉപദേശം അവിടെ It is not about the calling of, there is a misunderstanding that discipleship calling is a different calling, believer calling is a different believer calling. There is nothing like that. There is only one calling. തെറ്റായ ഒരു ധാരണയുണ്ട്. ശിഷ്യത്വത്തിലേക്കുള്ള വിളിയും വിശ്വാസിയുള്ള വിളിയും രണ്ടു തരമുള്ള വിളിയാണെന്നുള്ള ഒരു തെറ്റായ ധാരണയുണ്ട്. No. അങ്ങനെയല്ല അത്. That is why Jesus said, അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, if anyone desires to come after me. ഒരുത്തൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ. So you would say, what does it mean? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ That പറയും? is where we can see the example of the rich young ruler who came to Jesus. അവിടെയാണ് ഒരു യൗവനക്കാരനായ ധനികനായ പ്രമാണി അവിടെ യേശു കർത്താവിന്റെ അടുക്കൽ കടന്നു വരുന്നത്. Did he have a desire? അവന് ആഗ്രഹമുണ്ടായിരുന്നു. Yes. അവൻ He ആഗ്രഹമുണ്ടായിരുന്നു. said that I desire അവൻ പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നു, to follow you. നിന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നു. So Jesus said what? യേശു കർത്താവിനോട് ഉത്തരം പറഞ്ഞ എന്താണ്? Are you ready to change your lifestyle? നിന്റെ ജീവിതത്തിന്റെ രീതികളെ മാറ്റുവാൻ നിനക്ക് റെഡിയാണ്. Are you ready to deny yourself? നിന്നെ തന്നെ ത്യജിക്കുവാൻ നീ തയ്യാറാണ്. You have an identity. നിനക്കൊരു വ്യക്തിത്വമുണ്ട്. That identity is good. ആ ഒരു വ്യക്തിത്വം നല്ലതാണ്. But are you going to change that? അതിനെ മാറ്റുവാൻ നീ തയ്യാറാണോ? So Jesus said a step for him. യേശു കർത്താവിനോട് ഒരു കാര്യം പറയുന്നു, Leave and come follow me. അതിനെ ഉപേക്ഷിച്ച് പിന്നീട് കടന്നു വന്ന് എന്നെ അനുഗമിക്കുക. What does that mean? അതുകൊണ്ട് എന്താണ് Because അർത്ഥമാക്കുന്നത്? he did not follow. You know that story. നിങ്ങൾക്ക് അറിയാം, അവൻ കർത്താവിനെ അനുഗമിച്ചില്ല. But what does that mean? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? Jesus saying, യേശു കർത്താവ് പറയുന്നു, if anyone wants to follow me, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ you have to have a change in your life. നിന്റെ ജീവിതത്തിൽ നിനക്കൊരു മാറ്റം ഉണ്ടാകണം. What is salvation? എന്താണ് രക്ഷ? And again, this is very debatable. ഇത് വളരെ വാദിക്കുന്ന ഒരു വിഷയമാണ്. When me and Manoj brother were traveling in some place, ഞാൻ മനോജ് ബ്രദർ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, so basically we are seeing evangelism to bring people to faith is something where is debatable when you see the word of God. ആ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ സുവിശേഷം നമുക്ക് മുഖാന്തരം വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം, Okay, people need to hear the gospel. ആൾക്കാർ സുവിശേഷം കേൾക്കണം, They need to believe in the Lord Jesus Christ കർത്താവായ യേശു ക്രിസ്തുവിൽ അവർ വിശ്വസിക്കണം, and they will be saved.
അവർ അതിന് മുഖാന്തരം രക്ഷിക്കപ്പെടും. After that, what? അതിനുശേഷം You എന്താണ്? give them baptism. നമ്മൾ അവർക്ക് സ്നാനം കൊടുക്കും. After that, what? അതിനുശേഷം എന്താ? Every person you talk, എല്ലാ ആൾക്കാരും സംസാരിക്കണം. every person you talk to, എല്ലാ ആൾക്കാരോടും നാം സംസാരിക്കുമ്പോൾ he will be ready to confess his sin അവർ പാപത്തെ ഏറ്റുപറയുവാൻ തയ്യാറാണ്. and he will take baptism. അവർ സ്നാനം ഏറ്റെടുക്കും. But the confession of sin പാപത്തിൻ്റെതായ ഏറ്റുപറച്ചൽ is just a prayer. അതൊരു പ്രാർത്ഥന Lord, മാത്രമാണ്. confess all my sin. ദൈവമേ, ഞാൻ എന്റെ പാവങ്ങൾ ഏറ്റുപറയുന്നു. I heard my father when he was saved. എന്റെ പിതാവ് രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ കേട്ടിരിക്കുന്നത്, So in the house there was a meeting going on. ഭവനത്തിൽ ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. So my father came from his work എന്റെ പിതാവ് ജോലിയിൽ നിന്ന് മടങ്ങി വന്നു. and he sat there in the meeting. He was never sitting in the meeting. ഒരു മീറ്റിംഗിന് സാധാരണ ഇരിക്കത്തില്ല, അന്ന് ആ മീറ്റിംഗിൽ ഇരുന്നു. So as you all know, at that time Holy Spirit was revival was going all over the place of India. റിവൈവൽ ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു And സമയമായി. at that time in my house the revival is going on. ആ ഒരു സമയത്ത് എന്റെ ഭവനത്തിൽ ഉണർവ് But നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. the owner of the house, the father and mother, they are not what to say accepted to come out of the denominational church. പക്ഷെ എന്റെ പിതാവും മാതാവും അവരായിരിക്കുന്ന സാമുദായിക സഭയിൽ നിന്ന് അവർ അതിനെ വിട്ടിട്ട് But my father is not a radical person. He is not bothered about going to his Marthoma church or neither is any church. He is not that keen. എന്റെ പിതാവിന് സമുദായ സഭയിൽ പോകുന്നതും ഇങ്ങോട്ട് കടന്നു അതിനെക്കുറിച്ച് അത്ര കാര്യമായിട്ട് കണക്കാക്കുന്ന But വിഷയമല്ല. that day പക്ഷെ he went and sat there. ആ ദിവസം അവിടെ കടന്നുപോയി മീറ്റിംഗിന് ഇരുന്നു. The pastor of the church was supposed to go for night duty after this meeting. അന്നുണ്ടായിരുന്ന ദൈവദാസൻ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നൈറ്റ് ഡ്യൂട്ടിയിലേക്ക് കടന്നു പോകണം ഉണ്ടായിരുന്നു. So that day my father came and God touched him. പിതാവ് കടന്നു വന്ന് പിതാവിനെ ദൈവം തൊട്ടു. And then he started to cry out. ആ പിതാവ് കരയുവാൻ തുടങ്ങി. He started to say that I am a sinner, I am a sinner. ഞാൻ പാപിയാണെന്ന് പറഞ്ഞ് കരയുവാൻ തുടങ്ങി. And then his confession of sin started. പാപത്തിൻ്റെതായ ഏറ്റുപറച്ചിൽ തുടങ്ങി. Meeting was over or abruptly, whatever the confession of sins and crying and confession continued. The pastor could not go to his work. പക്ഷേ ആ പാപത്തിന്റെ ഏറ്റുപറച്ചിൽ തുടർമാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്നത്തെ ആ ദൈവദാസിനെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുവാൻ സാധിച്ചില്ല. So it was a long session. അതൊരു വലിയ നീണ്ട സെഷൻ ആയിരുന്നു. Nobody told him that you call out this, say that, did you do this? No. It's the prompting of the confession that I am a sinner and all the sins that he's done, all the sins that he's doing, all the things that is there. This is what he's confessing. തന്നോട് ആരും പറഞ്ഞില്ല ഈ കാര്യം പറയുക ആ കാര്യം പറയുക. തന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെതായ ഇത് വന്നപ്പോൾ തന്റെ എല്ലാ പാവങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന പാവങ്ങളൊക്കെയും തുടർമാനമായിട്ട് ഏറ്റു പറഞ്ഞുകൊണ്ടേയിരുന്നു. As I've told, I've got so many examples in the church. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനേകം ദൈവസഭയിൽ അനേകം ഉദാഹരണങ്ങളുണ്ട്. There was a very good brother called Balu. ബാലു എന്ന് പറഞ്ഞ ഒരു നല്ല സഹോദരനുണ്ടായിരുന്നു. He was a very young man. അവൻ വളരെ ചെറുപ്പക്കാരനായിരുന്നു. And in his young age, he died. തന്റെ ചെറുപ്പത്തിൽ താൻ മരണപ്പെടുവാനിടയായി. And he was having a sickness of typhoid or something. And after that, he died. തന്റെ ജീവിതത്തിൽ ടൈഫോയിഡിൻ്റെതായ രോഗത്തിന്റെ അവസ്ഥ കടന്നു വന്നു. അതിനുശേഷം മരണപ്പെട്ടു. But this Balu, I still remember, I was a very small child. ഞാനൊരു ചെറിയ കുഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ ഇന്നും ഓർക്കുന്നത് This young man, ഈ ഒരു ചെറുപ്പക്കാരനായ he യുവാവ് used to come in the meeting. താൻ മീറ്റിംഗിൽ കടന്നു വന്നു. He will be very, prompt in everything. And his life was an example for many people. Even as a child, I could understand what is happening. തന്റെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും വളരെ പ്രോംപ്റ്റ് ആയിട്ട് കടന്നു വന്ന് തന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു നല്ലൊരു മാതൃക ഉദാഹരണമായിരുന്നു. Can you ever imagine somebody confessing his sin in church when he's getting up, he's crying, he's saying, today while coming, I'm not joking, and it is not a hypocritical guy, this person endorsed by everyone, he is a saint. But the kind of confession, while he was coming for a meeting, there was a groundnut seller sitting there, and he had a desire to eat groundnuts, and he went and bought the groundnuts because he had a desire, lust to have ground, and he's confessing his sin as a sin. I'm just telling that just to give you the perspective of the confessions that people used to have.
അന്ന് ആ മീറ്റിംഗിൽ നടക്കുന്ന സമയത്തൊക്കെയും താൻ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുന്ന ഒരു കാര്യം, തൻ്റെ പാവത്തെ ഏറ്റു പറയുന്ന കാര്യം ഇങ്ങനെയായിരുന്നു. താൻ മീറ്റിങ്ങിന് കടന്നു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കപ്പലിൻ്റെ വിൽക്കുന്ന ആ ഒരാളെ കാണുവാൻ തക്കണമിടെ ആ കൽപ്പന കഴിക്കണമെന്നുള്ള ആഗ്രഹം, ആ മോഹം തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നൊരു കാര്യം ഏറ്റുപറയുന്ന ആ സഭയിൽ നിന്ന് ഏറ്റുപറയുവാൻ തക്കണമിടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ആ പാപത്തിൻ്റെ ഏറ്റുപറച്ചിൽ എത്ര തീവ്രമായ രീതിയിൽ അന്ന് നടക്കുന്ന ഒരു കാര്യമായിരുന്നു. Because that person, ആ ഒരു for him, it is not all. That person, we could see that he had such a life of living. Even if I see something, he is repentant of his sin. If his thought is going somewhere, he is repentant of his sin. And that is why he was an example. I still remember the he was taken up because God saw him. He's finished his work on this earth. താൻ വളരെ മാതൃകരമായ ഒരു ജീവിതമാണ് നയിച്ചത്. തൻ്റെ ചിന്ത തെറ്റായ രീതിയിൽ എന്തെങ്കിലും പോയെങ്കിൽ താൻ അത് കടന്നു വന്ന് ഏറ്റു പറയുമായിരുന്നു. തൻ്റെ കണ്ണ് തെറ്റായ രീതിയിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താൻ ഇത് ഏറ്റു പറയുമായിരുന്നു. ഏറ്റവും നല്ല മാതൃകരമായ ഒരു ജീവിതമാണ് ജീവിച്ചത്. ദൈവം ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചെന്ന് കണ്ടപ്പോൾ താൻ തിരികെ ചേർക്കപ്പെടുവാൻ തക്കണം. Why am I saying this? ഈ ഒരു കാര്യങ്ങളൊക്കെയും എന്തുകൊണ്ടാണ് How is our life? നമ്മുടെ ജീവിതം? And I don't think we are different. നമ്മളെല്ലാവരും വ്യത്യസ്തരല്ല My എന്നാണ് question to us, നമ്മുടെ ചോദ്യം, നമ്മളുള്ള ചോദ്യം, our salvation, നമ്മുടെ രക്ഷ if it has not resulted in our confession of sins, പാപത്തിന്റെ ഏറ്റുപറച്ചിൽ അത് maybe not ചെന്നെത്തുന്നില്ല, openly, അത് ഒരു പക്ഷേ തുറന്നു but in your private time with God, പക്ഷെ നമ്മുടെ വ്യക്തിപരമായ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ has it happened? അത് സംഭവിച്ചിട്ടുണ്ടോ? If it's not happened, അത് സംഭവിച്ചിട്ടില്ല that is why today you are living a life of lust and sin. അതുകൊണ്ടാണ് ഇന്നത്തെ ജീവിതത്തിൽ, മോഹപരമായ ജീവിതത്തിൽ, പാപത്തിൻ്റെതായ ജീവിതത്തിൽ ജീവിക്കുന്നത്. You have not got victory over that. പാപത്തിന്റെ മേൽ നിങ്ങൾക്ക് ജയം ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ട്? Because the real confession has not happened. കാരണം യഥാർത്ഥമായ ഏറ്റുപറച്ചിൽ I സംഭവിച്ചിട്ടില്ല. am a sinner. ഞാൻ പാപിയാണ്, I am a sinner. ഞാനൊരു പാപിയാണ്. So the the thought that we were having is, ഞങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു ചിന്ത എന്ന് the പറയുന്നത്, people who are getting saved, they are ready to be baptized. ആൾക്കാർ രക്ഷിക്കപ്പെടുന്നവർ സ്നാനപ്പെടുവാൻ തയ്യാറാണ്. But what about their life? പക്ഷെ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? How can we teach them that they should not sin? അവർ പാപം ചെയ്യാൻ പാടില്ല എന്ന് എങ്ങനെയാണ് അവർ How can we പഠിപ്പിക്കുന്നത്? teach them that they should not gamble? അവർ ഗാമ്പിൾ ചെയ്യാൻ പാടില്ല എന്ന് എങ്ങനെയാണ് അവർ How can we പഠിപ്പിക്കുന്നത്? teach them that they should not sleep with some other woman? മറ്റൊരു സ്ത്രീയുമായിട്ട് കിടക്കുവാൻ പാടുന്ന ഒരു കാര്യം എങ്ങനെയാണ് അവർ That is the reason പഠിപ്പിക്കുന്നത്? why we can see in all these places. അതുകൊണ്ടാണ് ഈ സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. There are some old Christians there. ഒരു ചില പഴയ ക്രിസ്ത്യാനികളൊക്കെ They are doing all of these things. അവരൊക്കെ ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നു. Why? എന്തുകൊണ്ട്? Nobody has taught them. കാരണം അവരാരെയും പഠിപ്പിച്ചു, Nobody has told them. അവരാരോടും പറഞ്ഞിട്ടില്ല. Why? എന്തുകൊണ്ട്? People thought, കാരണം ആൾക്കാർ you ചിന്തിക്കുന്നു, raise your hand, നിങ്ങൾക്ക് കൈപൊക്കി you കഴിഞ്ഞാൽ confess that Jesus is Lord. യേശു കർത്താവ് Are you ദൈവമാണ്, ready to be baptized? നിങ്ങൾ സ്നാനപ്പെടുവാൻ തയ്യാറാണോ? Give him baptism. അവർ സ്നാനം കൊടുക്കുക, Leave him. അവർ അങ്ങനെ തന്നെ വിടുക. Then do some psalm singing and song singing, and that is his life. കുറച്ച് സങ്കീർത്തനങ്ങളും പാട്ടുകളൊക്കെയും പാടിക്കഴിഞ്ഞാൽ അതാണ് ജീവിതം It എന്നാണ് is not ചിന്തിക്കുന്നത്. different among us also. നമ്മുടെ ഇടയിലും അതൊക്കെയും വ്യത്യസ്തമല്ല. It is not different. അത് വ്യത്യസ്തമല്ല. Because we are still harboring sin in our life. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇന്നും പാപത്തെ നാം വെച്ചു Are we പുലർത്തുന്നു. repentant of our sin? നമ്മുടെ പാപത്തെ കുറിച്ച് നാം Now ഏറ്റുപറയുന്നു. let's read. I'm coming back to Romans chapter 6. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. The word says, certainly not. ഒരു നാളും അരുത്. Can you read that again? അത് പിന്നെ വായിക്കാമോ? Verse 1. ഒന്നാമത്തെ വാക്യം. Because I know there are a lot of resources in the internet. ഇന്റർനെറ്റിൽ അനേകം സഹായങ്ങളുണ്ട്. But don't forget this chapter. ഈ ഒരു അധ്യായത്തെ മറന്നു പോകരുത്. Chapter 6, 7, 8 6, 7, 8 അധ്യായം talks about our life. നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. Those who are died with Christ, ക്രിസ്തുവിനോടുകൂടെ മരിച്ചവർ they are also resurrected with him. അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. If you partake in his death, നാം മരണത്തിന്റെ പങ്കാളികളാകുന്നു, you also partake in his resurrection. അവന്റെ പുനരുദ്ധാനത്തോട് നാം That പങ്കാളികളാകും. resurrection is newness of life. പുതു പുനരുദ്ധാനം എന്ന് പറയുന്ന So ജീവിത if I പുതുക്കമാണ്. do not have a changed life, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ല if my എങ്കിൽ, thought is not changed, നമ്മുടെ വിചാരങ്ങൾ മാറ്റം if വരുന്നില്ല my എങ്കിൽ, attitude is not നമ്മുടെ changed, മനോഭാവങ്ങൾ മാറ്റം if വരുന്നില്ല my എങ്കിൽ, personality is not നമ്മുടെ changed, വ്യക്തിത്വങ്ങൾ മാറ്റം I വരുന്നില്ല am not എങ്കിൽ, saved. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. It's very harsh to say. അത് വളരെ കഠിനമായ വിഷയമാണ്. That is the only way I can explain in my English language. എന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇങ്ങനെയാണ് ഇതിനെ വ്യക്തമാക്കുവാൻ. Forgive me if I have done anything wrong on the theoretical part. തിയറിറ്റിക്കൽ പാർട്ടായിട്ട് എന്തെങ്കിലും തെറ്റായിട്ട് Yes, you are saved when you believe in the Lord Jesus Christ. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ But രക്ഷിക്കപ്പെട്ട if there സത്യമാണ്. is no transformation in your life, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം കടന്നു if വന്നിട്ടില്ല your എങ്കിൽ, attitude and your thought process is the same for ages, നമ്മുടെ അനേകം വർഷങ്ങളുമായിട്ട് നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ ചിന്തകളും അതേപോലെ തന്നെ ആണെങ്കിൽ, you are not living a life that is
called by God to partake in the newness of life. ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ആ വിളിയോട് നാം പങ്കാളികളാകുന്നില്ല. So let us come back to the word of God. പിന്നെ ഈ ദൈവവചനത്തിലേക്ക് മടങ്ങി വരാം. So can you sin? പാപം ചെയ്യുവാൻ കഴിയുമോ? If grace is abounding, കൃപ പെരുകുന്നിടത്ത് okay. What shall we say then? Shall we continue in sin? That grace may abound? Certainly not. So what is the reason? അതിന്റെ കാരണം എന്താണ്? I hope nobody has forgotten this doctrine. Huh? ഈ ഉപദേശങ്ങളൊന്നും ആരും മറന്നിട്ടില്ല എന്ന് You ഞാൻ heard ചിന്തിക്കുന്നു. this. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. Don't forget. ഇത് ഒരിക്കലും മറന്നു പോകരുത്. You cannot sin. നമ്മൾ പാപം ചെയ്യുവാൻ പാടില്ല. Why? എന്തുകൊണ്ട്? The answer is there. അവിടെ അതിന്റെ ഉത്തരം അവിടെ തന്നെ The answer is not a theoretical answer. അതിന്റെ ഉത്തരം ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള The ഉത്തരമല്ല. answer is a practical answer. അത് പ്രാവർത്തികമായുള്ള ഒരു ഉത്തരമാണ്. How shall we who died to sin live any longer in it? പാപം സംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? Positionally, you died with Christ, correct? That is when you got saved. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ Or to be more clear, when you baptized. നമ്മൾ സ്നാനപ്പെടുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മരിക്കപ്പെടുന്നു. Now here this word is written about what? ഇവിടെ ഇപ്പോൾ ഈ വചനം എന്താണ് എഴുതിയിരിക്കുന്നത്? Can I continue to sin? പാപം ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ കഴിയുമോ? Certainly not. ഒരു നാളും പറ്റത്തില്ല. Because you have died to sin, കാരണം പാപസംബന്ധമായി നാം മരിച്ചു. your positional death. നമ്മുടെ പൊസിഷണൽ ആയിട്ടുള്ള മരണം. But that does not stop there. അത് അവിടെ കൊണ്ട് തീരുന്നില്ല, Your നിർത്തുന്നില്ല. life now, നമ്മുടെ ഇപ്പോൾ ഉള്ള നമ്മുടെ ജീവിതം you cannot sin continuously. പിന്നെയും പാപത്തിൽ ജീവിക്കുവാൻ കഴിയത്തില്ല. You cannot sin. പാപം ചെയ്യുവാൻ കഴിയത്തില്ല. Certainly not. തീർച്ചയായിട്ടും ഇല്ല. Question is, how can you? ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യുവാൻ How കഴിയും? can you? എങ്ങനെ ചെയ്യുവാൻ കഴിയും? Can we be bold to ask ourselves നമ്മളോട് തന്നെ ചോദിക്കുവാൻ നാം ധൈര്യപ്പെടുമോ? when we think that God, I am failing in this sin? നമ്മൾ ചിന്തിക്കുന്ന കർത്താവേ ഈ പാപത്തിൽ ഞാൻ പിന്നെയും We വീണുകൊണ്ടിരിക്കുന്നു. should ask, how can you sin? നാം ചോദിക്കേണ്ട ചോദ്യം എങ്ങനെ പാപം ചെയ്യുവാൻ കഴിയും? Don't pity yourself. നമ്മളെ തന്നെ ഓർത്ത് പിറ്റിയേരുത്. Don't pity your flesh. തന്നെ സ്വയം The flesh has to be treated. നമ്മുടെ ആ ജഡത്തെ നാം ട്രീറ്റ് ചെയ്യണം. The flesh has to be answered. നമ്മുടെ ആ ജഡത്തിനോട് നാം ഉത്തരം If പറയണം. my flesh says that I am weak in this area, നമ്മുടെ ജഡം പറയുന്നു ഈ ഒരു ആ കാര്യത്തിൽ നാം ബലഹീനനാണ്. oh, I fall in this always. എപ്പോഴും ഈ ഒരു കാര്യത്തിൽ വീണെന്ന് പറയുമ്പോൾ Okay, that's fine. അത് It will സാരമില്ല. all change when you grow. അതൊക്കെയും വളരുമ്പോൾ അതൊക്കെ മാറിക്കൊള്ളും. If you do fornication now, ആ ഫോർണിക്കേഷൻ നാം ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ at 80 years also you will tempt to do this. 80 വർഷമാകുമ്പോഴും അത് പിന്നെയും Don't think it will go after age, വയസ്സാകുമ്പോൾ അത് മാറിപ്പോകും. because it is sin. അത് It പാപമാണ്. is nothing to do with any other thing. അത് വേറൊന്നുമായിട്ട് ഒരു ബന്ധവും Satan is not happy to make us happy. നമ്മളെ സന്തോഷിക്കുവാൻ സാത്താൻ His aim is to what? അവന്റെ To ആഗ്രഹം ഇതാണ്. steal, to kill, and to destroy. മോഷ്ടിപ്പാനും അറുക്കുവാനും കൊല ചെയ്യുവാനുമാണ് അവന് കടന്നു If വരുന്നത്. he made us to do fornication now, വ്യഭിചാരം ചെയ്യുവാൻ നാം നമ്മളെ ഇന്ന് അനുവദിക്കുന്നുവെങ്കിൽ today, if we are in Christ, നമ്മൾ ഇന്ന് ക്രിസ്തുവിലായിരിക്കുമ്പോൾ if he made us to do, നമ്മളെ ചെയ്യുവാൻ അനുവദിക്കുന്നു. he will make us to do even when we are 80 years. നമ്മൾ 80 വയസ്സാകുമ്പോഴും നമ്മൾ ചെയ്യുവാൻ നമ്മളെ അനുവദിക്കും. He is not interested to make us happy because we are loyal to him. He is interested to destroy us completely. നാം അവനോട് ലോയൽ ആയതുകൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുവാനല്ല അവൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് നമ്മളെ മുഴുവനുമായി നശിപ്പിക്കുവാനാണ്. Just because at the age of 45 you made a fornication listening to him, that does not mean that he is having some sympathy on us and helping us to do one more thing after end. No, he wants to destroy us. സാത്താൻ നമ്മളെ കുറിച്ച് എപ്പോഴും നമ്മളെ പൂർണ്ണമായി നശിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. Are you clear, children? കുഞ്ഞുങ്ങളെ ഇത് നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടോ? Not a single sin should be allowed in our life. ഒരു പാപം പോലും നമ്മുടെ ജീവിതത്തിൽ നാം അനുവദിക്കുവാൻ പാടില്ല. Not a single mistake should allow in our life. ഒരു തെറ്റ് പോലും നമ്മുടെ ജീവിതത്തിൽ നാം അനുവദിക്കുവാൻ പാടില്ല. Because Satan's aim and desire സാത്താന്റെ നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ഉദ്ദേശവും ലക്ഷ്യവും is to make us subjected to sin. തന്റെ പാപത്തിന്റെ അടിമയാക്കി നമ്മളെ തീർക്കുവാനാണ്. What is Romans 8 chapter 34 and 35 says? റോമർക്കെതിരെ ലേഖനം Sorry. John 8 34 and 35 says, യോഹന്നാൻ 8:34-35 എന്താണ് he who commits sin പാപം ചെയ്യുന്നവൻ is what? പാപത്തിന്റെ He is a slave of sin. പാപത്തിന്റെ ദാസൻ. Can you read that quickly? Jesus answered them.
Ah. Whoever commits sin is a slave of sin. അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. A slave does not abide in the house forever, but a son abides forever. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. So, simple question, logical. ലളിതമായ ചോദ്യം, Who is a son? ആരാണ് പുത്രൻ? Who is not a slave? അടിമയല്ലാത്തവൻ, ദാസനല്ലാത്തവൻ. Who is a slave? ആരാണ് അടിമ? Who is not a son? Very good answer, but that is not the answer I want. പുത്രനല്ലാത്തവൻ, അതല്ല നല്ല ഉത്തരം എന്ന് പറയുന്നത്. Who sins? EU commits sins. What is he? So what does Jesus say? EU. Can you read that? Whoever commits sin. യേശു കർത്താവ് പറയുന്നത്, പാപം ചെയ്യുന്നവനെല്ലാം. Which sin? Any sin. ഏത് പാപവും. No, I can keep some grudge with him. ചില ഗ്രഡ്ജ് എനിക്ക് വെക്കുവാൻ പറ്റും. I do not do any fornication. ഞാൻ വ്യഭിചാരമായ ഒരു കാര്യവും ചെയ്യുന്നില്ല. I do not do any, what do you say, drinking and smoking. I don't have that. ഞാൻ മദ്യപിക്കുന്നില്ല, സ്മോക്ക് ചെയ്യുന്നില്ല. It's okay to gossip. ദൂഷണം, ഗോസിപ്പ് ചെയ്യുന്നതിൽ ഒരു Okay to say something. ചില കാര്യങ്ങൾ പറയുന്നത് Okay to have envy. അസൂയക്കപ്പെടുന്നതിൽ Or one lie I can tell. ഒരു ചെറിയ കള്ളം പറയാം. EU commits sin. പാപം ചെയ്യുന്നവൻ. It's not sins. EU commits sin. പാപം ചെയ്യുന്നവൻ He is a slave of sin. പാപത്തിന്റെ ദാസനാണ്. So what is a slave? ആരാണ് ദാസൻ? We become subjected to that master. ആ ഒരു യജമാനന് നാം. So that is why I wanted to say, Satan wants us to become what? His slave. സാത്താൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നാം അവന്റെ ദാസനായി But തീരണം. God wants us to be what? പക്ഷെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, We want to have one master. ദൈവം നമുക്ക് ഒരു യജമാനൻ ഉണ്ടാകുവാനാണ്. Jesus said, you cannot have two masters. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ You can സേവിക്കാൻ only have one. ഒരു യജമാനനെ And who is സേവിക്കാൻ. that one? ആരാണ് യജമാനൻ? Either you can have a master who is making you a slave of sin, പാപത്തിന്റെ ദാസനാക്കുന്ന ഒരു യജമാനൻ ഒരു പക്ഷേ ആകുവാൻ, or you can have a master ഇല്ലെങ്കിൽ വേറൊരു യജമാനൻ who makes you a son, നിങ്ങളെ പുത്രനാക്കുന്ന and യജമാനൻ. that son abides forever. ആ പുത്രൻ എന്നേക്കും വീട്ടിൽ വസിക്കും. Where? In the house of God. ദൈവത്തിന്റെ ഭവനത്തിൽ അവൻ എന്നേക്കും വസിക്കും. So how do we see our life? നമ്മുടെ ജീവിതത്തെ നാം എങ്ങനെയാണ് So കാണുന്നത്? that is why Romans 6 again says, അതാണ് ഈ റോമർക്കെതിരെ ലേഖനം 6 reminding us, നമ്മൾ പിന്നെ no, ഓർമ്മിപ്പിക്കുന്നു, you are not supposed to commit sin. പാപം ചെയ്യുവാൻ Because if you commit sin, നാം പാപം ചെയ്യുകയാണ്, even if you are a very, what to say, occasional offender, ഒക്കേഷണൽ ആയിട്ടുള്ള ഒരു ഒഫൻഡർ ആണ് നാം ആണെങ്കിലും, still you are a slave of sin. നിങ്ങൾ പാപത്തിന്റെ ദാസനാണ്. So what we should have? നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും? Certainly not. ഒരു നാളും Okay, let's read. Come back to Romans 6. റോമർക്കെതിരെ ലേഖനം 6 അധ്യായത്തിലേക്ക് കടന്നു വരാം. Okay. Okay. Knowing this, that our old man was crucified with him, that the body of sin might be done away with, that we should no longer be slaves of sin. Read that. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. So this is where we have to know. ഇവിടെയാണ് നാം അറിയേണ്ടത്. Jesus bore our sins on the cross. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ നമ്മുടെ പാവങ്ങളെ വഹിച്ചു. He took our place instead of us. He took our place. നമുക്ക് പകരമായി നമ്മുടെ സ്ഥാനം യേശു കർത്താവ് ഏറ്റെടുത്തു. He took the penalty upon him. തന്റെ ശിക്ഷ താൻ തന്റെ മേൽ വഹിച്ചു. He died for us and he became a curse for us. നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി ശാപമായി. Now, ഇപ്പോൾ why did we do that? Why did he do that?
എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തത്? Yes, to save us, നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി, to substitute for us, നമുക്ക് വേണ്ടി പകരമായി തീരുവാൻ വേണ്ടി. but also remember പക്ഷെ അതോടൊപ്പം ഓർക്കേണ്ടത്, that we might live in righteousness നമ്മൾ നീതിക്ക് ജീവിക്കുവാൻ വേണ്ടി. because we also died with him. കാരണം നാമും അവനോടുകൂടെ മരിക്കപ്പെട്ടു. So earlier I mentioned about നേരത്തെ ഞാൻ പറഞ്ഞത്, denying ourselves. നമ്മളെ തന്നെ നിഷേധിക്കുക. So unless and until I do not deny or die to myself. നാം സ്വയത്തിൽ മരിക്കുന്നില്ല, നാം നമ്മളെ തന്നെ നിഷേധിക്കുന്നില്ല Now എങ്കിൽ here it says, ഇവിടെ പറയുന്നത്, you are done away with what? With your old man. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. You are done away. The English says, the body of sin might be done away with. ശരീരത്തിന് നീക്കം വന്നിരിക്കുന്നു. That is where transformation or change. അവിടെയാണ് രൂപാന്തരം, മാറ്റം That's സംഭവിക്കുന്നത്. why I was asking the question, if you are saved, അതാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ you are രക്ഷിക്കപ്പെട്ടെങ്കിൽ, saved, നിങ്ങൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ definitely. തീർച്ചയായും But has it changed your life? നിങ്ങളുടെ ജീവിതത്തെ അത് മാറ്റിയിട്ടുണ്ട്. Has it changed your attitude? നമ്മുടെ മനോഭാവത്തെ മാറ്റിയിട്ടുണ്ടോ? Is our attitude changing daily? നമ്മുടെ അനുദിനം നമ്മുടെ മനോഭാവങ്ങൾ മാറുന്നുണ്ടോ? Not changing to what? Changing to what? എന്തിലേക്കുള്ള മാറ്റമാണ്? Changing to the new man characteristics. ആ പുതിയ മനുഷ്യന്റെ സ്വഭാവത്തിന്റെ Not the old man nature. പഴയ മനുഷ്യന്റെ സവിശേഷതകളല്ല. The old man nature is there. ആ പഴയ മനുഷ്യന്റെ But സ്വഭാവത്തിൽ what has happened through the death of Jesus? യേശു കർത്താവിന്റെ മരണം മൂലം എന്താണ് What സംഭവിച്ചത്? has happened on the cross? ആ ക്രൂശിൽ എന്താണ് സംഭവിച്ചത്? The power of Satan has been destroyed. സാത്താന്റെ ശക്തി തകർക്കപ്പെട്ടു. The power of sin has been removed. പാപത്തിന്റെ ശക്തി മാറ്റപ്പെട്ടു. So power of sin is not there. പാപത്തിന്റെ ശക്തി ഇപ്പോൾ ഇല്ല. That is not there. അതിപ്പോൾ ഇല്ല. The nature is there inside. നമ്മുടെ ആ പ്രകൃതം നമ്മളിലുണ്ട്. The flesh is there. ആ ജഡം നമ്മളിലുണ്ട്. But it does not have any power over us. പക്ഷെ അതിന് നമ്മുടെ മേൽ ശക്തിയില്ല. The flesh has power. ജഡത്തിന് ശക്തിയുണ്ട്. But flesh does not have power over us. പക്ഷെ ജഡത്തിന് നമ്മുടെ മേൽ ശക്തിയില്ല. So when word of God says ദൈവത്തിന്റെ വചനം പറയുമ്പോൾ that now sin shall not have dominion over us, what does it mean? പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം അർത്ഥമാക്കുന്നത് എന്താണ്? That the power of sin is not upon us. പാപത്തിന്റെ ശക്തി നമ്മുടെ മേലില്ല. Which means it will never force us, it cannot force us to commit sin. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് നമ്മളെ പാപം ചെയ്യുവാൻ അതിനെ നമ്മളെ പ്രേരിപ്പിക്കത്തില്ല, ഫോഴ്സ് ചെയ്യത്തില്ല. Some people will say that I was forced to sin. ചില ആൾക്കാർ പറയും ഞാൻ പാപം ചെയ്യാൻ പ്രേരിക്കപ്പെട്ടു. No, there is no force. അത് ആ ഫോഴ്സ് ഇല്ല നമ്മുടെ മേൽ. If you are saved, നമ്മൾ if you have രക്ഷിക്കപ്പെട്ടെങ്കിൽ, died with Christ, നാം കൃഷ്ണനോ കർത്താവിനോട് you have died with the old man. ആ പഴയ മനുഷ്യൻ അവനോടുകൂടെ Old man nature has gone. പഴയ മനുഷ്യന്റെ ആ സ്വഭാവം But much more important, പക്ഷെ അതിലൊക്കെ പ്രധാനമായ കാര്യം, on the cross, കാൽവരി ക്രൂശിൽ Jesus had victory over sin ആ യേശു കർത്താവ് പാപത്തിന്റെ മേൽ and he ജയമെടുത്തു. destroyed the power of Satan. പാപത്തിന്റെ ശക്തി, സാത്താന്റെ ശക്തിയെ He തകർത്തു. destroyed the power of sin over us. പാപത്തിന്റെ ശക്തി നമ്മുടെ മേൽ ഉണ്ടായിരുന്നു, തകർക്കപ്പെട്ടു. That is the faith that we have. അതാണ് നമുക്കുള്ള വിശ്വാസം എന്ന് That പറയുന്നത്. is the true faith that we have. അതാണ് നമുക്കുള്ള സത്യമായ What വിശ്വാസം. Christ has done for us, നമുക്ക് വേണ്ടി കർത്താവ് that is ചെയ്തത്, my faith. അതാണ് നമ്മുടെ വിശ്വാസം. I will not listen to what others are saying or what comes to my mind that no, I will fall because I am weak. No, ഞാൻ വീണു പോകും, ഞാൻ ബലഹീനനാണ്, അതുള്ള മറ്റുള്ളവർ പറയുന്നതല്ല നാം കേൾക്കുന്നത്. sin shall not have power over me. പാപത്തിന് എന്റെ മേൽ ശക്തിയില്ല. That is my faith. അതാണ് എന്റെ വിശ്വാസം. How you act to that faith, നമ്മൾ ആ വിശ്വാസത്തിനനുസരിച്ച് മുൻപോട്ട് what പോകും. happens? എന്താണ് We സംഭവിക്കുന്നത്? do not allow that flesh, the old nature, ആ പഴയ പ്രകൃതത്തെ, ജഡത്തെ to enslave us. നമ്മളെ തന്നെ അടിമപ്പെടുത്തുവാൻ അനുവദിക്കത്തില്ല. Because if you tell the flesh, നാം ജഡത്തോട് പറയുന്നുവെങ്കിൽ keep quiet, മിണ്ടാതിരിക്കുക. who is the master? ആരാണ് യജമാനൻ? He is not the master. ജഡമല്ല യജമാനൻ, He will obey. അവൻ അനുസരിക്കും. But if you sin, നാം പാപം if ചെയ്യുന്നുവെങ്കിൽ, you commit sin, നാം പാപം you ചെയ്യുന്നു, become what? A slave of sin. നാം പാപത്തിന് അടിമയായി, ദാസനായി. Then you will have that. പക്ഷെ അതിനുശേഷം അങ്ങനെ One more thing I just want to remind you. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുവാനാണ്. How does sin come in our life? എങ്ങനെയാണ് പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? Desire. ആഗ്രഹം, മോഹം. If you read James, we can see chapter 4. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ You already know that. So that's why I just wanted to ask. So you already answered that. Desire. Because we desire, നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട്, that is why sin comes. അതുകൊണ്ടാണ് പാപം That കടന്നു. is why we have wars. Wars. അതാണ് അവിടെ ഷണ്ട ഉണ്ടാക്കുന്നത്. So the word is desire. അവിടെ പറയുന്നത് ആ ഇച്ഛയെന്നാണ്. So what does it mean? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? So if I commit sin, നാം പാപം ചെയ്യുന്നുവെങ്കിൽ how did that happen? എങ്ങനെയാണ് അത് സംഭവിച്ചത്? It can happen only if we have desire. നമുക്ക് അതിനുള്ള ഇച്ഛ, ആഗ്രഹം ഉണ്ടെങ്കിലാണ്. Again, do not deceive yourself. നമ്മൾ നമ്മളെ തന്നെ ചതിക്കുന്നവരാകരുത്. It is not
It has come by chance. അതൊരു യാദൃശ്ചികമായി കടന്നു വന്ന കാര്യമല്ല. What has happened? എന്താണ് സംഭവിച്ചത്? Because I have a desire എൻ- to say something to him. ആ വ്യക്തിയോട് ഒരു പറയുവാൻ ഒരു ആഗ്രഹം, ഒരു ഇച്ഛ I have a desire to hate him. തന്നെ വെറുക്കുവാൻ ഒരു ആഗ്രഹമുള്ളിൽ, I have a desire not to like him. തന്നെ ഇഷ്ടപ്പെടാതിരിക്കുവാനുള്ള ഒരു ആഗ്രഹമുള്ളിൽ, I have a desire to seek for an opportunity to hit him. അവനെ അടിക്കുവാൻ, അവനെ താഴ്ത്തിക്കെട്ടുവാനുള്ള ഒരു Not hit him. I was meant that I will take advantage. I will seek for an opportunity. അവന്റെ മേൽ അഡ്വാൻറ്റേജ് എടുക്കുവാനുള്ള ഒരു അവസരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Why? എന്തുകൊണ്ട്? It's a desire. അതിനുള്ളിൽ ആഗ്രഹം We കിടക്കുന്നു. will fall in sin the moment we have desire. നമ്മളുടെ ഉള്ളിൽ ആഗ്രഹം കടന്നു വരുമ്പോൾ നാം പാവത്തിൽ വീണു പോകും. So why the desire comes? എന്തുകൊണ്ടാണ് ആഗ്രഹം കടന്നു വരുന്നത്? Desire cannot overcome us. ആ ആഗ്രഹം നമ്മുടെ മേൽ ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. Desire cannot rule over us. ആ ആഗ്രഹം നമ്മളെ റൂൾ ചെയ്യാൻ A പറ്റത്തില്ല. temptation can come, ആ പ്രലോഭനം കടന്നു വരാം, but it cannot rule over you. അത് നമ്മളെ റൂൾ ചെയ്യാൻ പറ്റത്തില്ല. You should not sin. നമ്മൾ പാപം ചെയ്യരുത്. So that is what it says here. അതാണ് ഇവിടെ പറയുന്നത്. You have what? Your old nature is died. പാപശരീരത്തിന് നീക്കം വന്നിരിക്കും. Let's come back. നമുക്ക് മടങ്ങി വരാം. So your old body of sin might be done away with that we should no longer be slaves of sin. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്. Now who is this he? അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്ന ആരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അവൻ എന്ന് പറയുന്നത്? It's not Jesus. Huh? Jesus need not be freed from sin. യേശു കർത്താവല്ല. It says what? For he who has died has been, oh, such a glorious thing. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. Have a real thought about it. ഇതിനെക്കുറിച്ചൊക്കെയും നമ്മൾ ആഴമായി Number ചിന്തിച്ചു. one, ഒന്നാമത്തെ കാര്യം, we have gone away with our old man. നമ്മുടെ പഴയ മനുഷ്യൻ നമ്മളിൽ നിന്ന് നീക്കം വന്നിരിക്കുന്നു. It is gone away അവൻ How? നീക്കം വന്നിരിക്കുന്നു. എങ്ങനെ? through the death of Jesus Christ on the cross. കർത്താവ് യേശുവിന്റെ കാൽവരി കൃഷ്ണൻ മരണം മുഖാന്തരം, And because he died in the cross, യേശു കർത്താവ് കാൽവരി കൃഷ്ണൻ മരിച്ചത് I മുഖാന്തരം also united with him in death. നാമും അവനോടുകൂടെ മരണത്തിന്റെ പങ്കാളികളായി. Here it says what? ഇവിടെ എന്താണ് പറയുന്നത്? Because I have died with him, നാം അവനോടുകൂടെ മരിക്കപ്പെട്ടത് കൊണ്ട് I am freed from sin. ഞാൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. Freedom from sin is the greatest gift that God has given us. പാപത്തിൽ നിന്നുള്ള മോചനമാണ് കർത്താവ് ദൈവത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദാനം. It's not about forgiveness. Mojanam word can think forgiveness. No, it's freedom from sin. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, ആ മോചനം, Swadhantriyam. Freedom from sin. പാപത്തിന്റെ അതിൽ നിന്നുള്ള What does it സ്വാതന്ത്ര്യം. mean? അതുകൊണ്ട് എന്താണ് That അർത്ഥമാക്കുന്നത്? I am not captivated by sin. ഞാൻ ഇപ്പോൾ പാപത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നില്ല. Sin is at the door. പാപത്തിന് വാതിലുകൾ കിടക്കുന്നു. It cannot touch us. അതിനെ തൊടുവാൻ കഴിയുകയില്ല. I am so much, I can't say the word. I do not know the right English word. I was so thrilled and happy in the session today, in the children's session. ഇന്ന് കുഞ്ഞുങ്ങളുടെ അസോസിയേഷൻ വളരെ സന്തോഷമുള്ളവനായിരുന്നു. The 3 children, 3 കുഞ്ഞുങ്ങൾ they spoke about temptation. അവർ പ്രലോഭനത്തെ കുറിച്ചാണ് They പറഞ്ഞത്. talked about trials. അവർ പരീക്ഷകളെ കുറിച്ചാണ് പറഞ്ഞത്. And they are saying this, they're sharing the word. അവർ ദൈവവചനം ഷെയർ They are ചെയ്തു. not prepared. Okay, maybe somebody got prepared. The first person might have prepared something and started that verse. ഒന്നാമത്തെ ആൾ ചില കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വചനം When I സ്റ്റാർട്ട് ചെയ്തു. told the children that I want children to come and speak share the same word of God, what God has spoken to your heart. ദൈവം സംസാരിച്ച അതേ വചനത്തിൽ നിന്ന് ഷെയർ ചെയ്യുവാൻ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞപ്പോൾ That message, I can't express this. ആ സന്ദേശം അത് എനിക്ക് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതല്ല. Yes, as a personally, I am very glad with the way how they are sharing വ്യക്തി- right from the beginning. First person, second person, third person. The word of God was so much rich, and I am glad personally about the depth of the things that are saying. But that is personally, that is my selfish thing. But yes, I cannot hide my expression. But the second thing is that this is not revealed by their own thinking, it is revealed by God. ഇത് അവരുടേതായ സ്വന്തം ജ്ഞാനത്തിൽ വെളിപ്പെട്ടു വന്ന കാര്യമല്ല, ദൈവം തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ്. And if we are not going to build this, ഈ ഒരു കാര്യത്തെ നാം പിന്നെയും പണിയുന്നില്ല എങ്കിൽ, if we are not going to build this, ഈ കാര്യത്തെ പിന്നെയും നാം പണിയുന്നില്ല എങ്കിൽ, we are going to halt the great things that is going to happen through their lives. വലിയ കാര്യങ്ങളെ നാം പിടിച്ചു വെക്കുകയാണ്. I was never in this level of even having a word to pray or even speak
in my age, in their age, which I am, where I was. എന്റെ ചെറിയ പ്രായ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുവാനോ ഇങ്ങനെ കാര്യങ്ങൾ പറയുവാനോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പോലും അല്ലെങ്കിൽ ഒരു ആളുകൾ പോലും I ആയിരുന്നില്ല. can challenge that any child of their age can pray in such manner, can speak in such manner. ആ, It's എനി- not a, don't take it as something, a boastful thing, but we have to express that. വെല്ലുവിളിയായിട്ട് Let us not take it as something to boast of. Yes, there is a boasting, but not in the wrong way. പ്രശംസയായിട്ട് തെറ്റായിട്ട് രീതിയിൽ എടുക്കുവാനല്ല, ശരിയായിട്ട് രീതിയിലുള്ള പ്രശംസയായിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. But we will be responsible for this. നമ്മൾ ഓരോരുത്തരും ഇതിന് ഉത്തരവാദികളായിരിക്കണം. If we are not going to set a good example to the generation coming forward, വരുവാനുള്ള തലമുറയ്ക്ക് നല്ലൊരു മാതൃക നാം വെക്കുന്നില്ല, if we are going to harbor all the silly things and the mischievous things which is childish, it is going to destroy the generation coming forward. ആ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചൈൽഡിഷായുള്ള കാര്യങ്ങൾ പിന്നെയും നാം വെച്ച് പുലർത്തി പോവുകയാണെങ്കിൽ വരുവാനുള്ള തലമുറയ്ക്ക് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദോഷമായിരിക്കും. And that is why we have to come to this point. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റിലേക്ക് നാം കടന്നു When they were saying that this is the temptations and the trials, that we have to count it all joy. അവർക്ക് വരുന്ന പ്രലോഭനങ്ങളും പരീക്ഷകളൊക്കെയും സന്തോഷത്തിന് എണ്ണണമെന്ന് അവർ പറയുമ്പോൾ, And they are saying that God is above everything. അവർ പറയുന്നത് ദൈവം സകലത്തിനും മേലാണ്. Yes, there may be problems. പ്രശ്നങ്ങളൊക്കെയും Yes, കടന്നു there വരും, may be troubles. പരീക്ഷകൾ കടന്നു വരും. But they can see God who is above everything. പക്ഷേ അതിന്റെ നടുവിലൊക്കെയും അതിന് They can see മേലായി God who is mighty above everything. സർവശക്തനായ ദൈവത്തെ സകലത്തിന് മേലായി കാണുവാൻ കഴിയുന്നു. We know this. ഈ കാര്യം നമുക്കറിയാം. We know this. ഈ കാര്യം നമുക്കറിയാം. But how much are we really practicing in our life? പക്ഷെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? And I praise God. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. So this is the answer for us. നമുക്കുള്ള ഉത്തരം ഇതാണ്. We have died to sin. നാം പാപത്തിൽ മരിച്ചു. We cannot be slaves of sin. നാം പാപത്തിന് അടിമയായിരിക്കുവാൻ കഴിയത്തില്ല. Temptation can come, പ്രലോഭനം കടന്നു വരും. but that does not have any power over us. പക്ഷെ അത് നമുക്ക് നമ്മുടെ മേൽ യാതൊരു ശക്തിയും There's a good illustration I read. I can share with you. നിങ്ങളോട് പങ്കുവെക്കുവാൻ നല്ലൊരു ഉദാഹരണം ഞാൻ വായിച്ചിട്ടുണ്ട്. You know, a car, let's say we take Nismo, ഉദാഹരണമായിട്ട് ഒരു petrol, Nissan petrol, the most powerful car that we have seen now. നമ്മളിപ്പോ കണ്ടിരിക്കുന്ന നല്ല പവർഫുൾ ആയ കാർ നിസ്മോ, പെട്രോൾ നിസ്മോ നമ്മൾ Now, ഉദാഹരണമായിട്ട് if he takes his car to the garage ആ കാറിനെ കൊണ്ട് ഗാരേജിലേക്ക് പോവുകയാണെങ്കിൽ, and they are going to lift this car, ഈ കാറിനെ ഉയർത്തുവാൻ പോവുകയാണ്. okay, if you have seen somewhere how to lift the car to repair or do something, you just imagine like that. അത് എന്തെങ്കിലും റിപ്പയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് അതിനെ ഉയർത്തണം എന്നുള്ള ഒരു ഇതുണ്ട്. അതിനെ ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കുക. Now, if somebody sits on the car and tries to on the car, you can on, right? You can on. And you pump the car, the full powerful car. Will the car move? Will not move. ചിന്തിച്ചു നോക്കുക, ആരെങ്കിലും അതിലിരുന്ന് ആ കാറിനെ ഓൺ ചെയ്ത് അത് മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് മുൻപോട്ട് പോകത്തില്ല. Will not move. അത് മുൻപോട്ട് പോകത്തില്ല. But the sound will be great. പക്ഷെ ആ ശബ്ദം വളരെ The വലുതായിരിക്കും. power is the same. ശക്തി അത് തന്നെയാണ്. The wheels will be like maybe running full speed. ഒരുപക്ഷെ അതിന്റെ വീല് വളരെ ശക്തമായി ചുറ്റിക്കൊണ്ടിരിക്കും. It will be all having all the show. എല്ലാ ഷോയും കാണും. It will not have power over you. പക്ഷെ അതിന് ശക്തി കാണത്തില്ല. It cannot move. അത് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. Same way, അതേപോലെ തന്നെ the temptation can be strong. ആ പ്രലോഭനം വളരെ ശക്തമായിരിക്കും. But because you died to sin, നാം പാപത്തിൽ മരിച്ചത് കൊണ്ട്, because of the death of Jesus on the cross, കാൽവരി ക്രൂശിൽ കർത്താവ് യേശു മരിച്ചത് കൊണ്ട്, it is just like that. അതേപോലെ തന്നെ The flesh can be powerful, can do whatever it sees, ജഡം വളരെ ശക്തിയുള്ളതായിരിക്കും, എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെന്ന് ഒരു but പക്ഷെ it തോന്നിപ്പോ, cannot have any touch on us, any hold on us. You cannot be a slave of that. അതിനുമേൽ നമ്മുടെ മേൽ യാതൊരു അധികാരവും യാതൊരു ശക്തിയും ഉണ്ടാകത്തില്ല നമ്മളെ അടിമപ്പെടുത്തുവാൻ. It can tempt us with all its sound and its power. തന്റേതായ സകല ശക്തിയോടും കൂടെ നമ്മളെ പ്രലോഭിക്കുവാൻ നോക്കും. Nothing can move. പക്ഷെ ഒന്നും You don't have to do anything. നമ്മളൊന്നും ചെയ്യേണ്ട That കാര്യമില്ല. is the meaning of death on the cross is important for us. അതുകൊണ്ടാണ് ആ ക്രൂശിലെ മരണം നമുക്ക് ഇത്രയും പ്രാധാന്യമായിരിക്കുന്നത്. He bore our sins on him നമ്മുടെ സകല പാവങ്ങളും തന്റെ മേൽ ഏറ്റെടുത്തു. and he died on the cross. കാൽവരി ക്രൂശിൽ മരിച്ചു. That we who have died with him അവനോടുകൂടെ നമ്മൾ മരിച്ചവരായ നമ്മൾ might ഓരോരുത്തരും live for നാം righteousness. നീതിക്ക് വേണ്ടി ജീവിക്കണം. Can you really understand the privilege that we have? നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ പദവിയെ നമുക്ക് ചിന്തിച്ചു നോക്കുവാൻ Can you പറ്റുമോ? really understand this? ഈ ഒരു കാര്യങ്ങളെ And മനസ്സിലാക്കുവാൻ that is why കഴിയുമോ? I said, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, heaven is rejoicing on this great mystery. ദൈവം ഈ വലിയ രഹസ്യ, സ്വർഗം ഈ വലിയ The രഹസ്യത്തെ angels സന്തോഷിക്കുകയാണ്. are not able to understand that. ദൂതന്മാർക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ They are കഴിയുന്നില്ല. just watching and they are happy
അവർ ഇതൊക്കെയും കണ്ടുകൊണ്ട് സന്തോഷത്തോടെ When ആയിരിക്കുകയാണ്. I read that Revelation, and when I was teaching Revelation, I could see that the heavenly bodies were just, they were stunned and happy on looking at Jesus who was slain for us. But the real privilege and the understanding is only for mankind. ആ സ്വർഗീയ ദൂതന്മാരൊക്കെയും യേശു കർത്താവ് മാനവരാജിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ഓർത്ത് വളരെ സന്തോഷത്തോടെ ആയിരിക്കണം. പക്ഷെ ഇത് യഥാർത്ഥമായി മനസ്സിലാക്കേണ്ടത് മാനവരാശിയെ നമ്മൾ ഓരോരുത്തരുമാണ്. And Satan is trembling. സാത്താൻ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. But the question is to us, നമ്മളാണ് ചോദ്യം. are you considering the cross of Christ ആ ക്രിസ്തുവിന്റെ ആ ക്രൂശ് നമ്മൾ കൺസിഡർ in ചെയ്യുന്നുണ്ടോ your life? നമ്മുടെ ജീവിതത്തിൽ? Yes, we have dead to sin. നമ്മൾ പാപത്തിൽ മരിച്ചിരിക്കുന്നു. Are you still a slave of sin? നാം ഇന്നും പാപത്തിന് ദാസന്മാരാണോ? When we sin, നാം പാപം ചെയ്യുമ്പോൾ we come to our Father. നമ്മൾ പിതാവിന്റെ We അടുക്കലേക്ക് ask കടന്നു. forgiveness, നമ്മൾ പാപം ഏറ്റുപറയുക. and He will forgive our sins. നമ്മുടെ പാപങ്ങളെ But can you keep on doing sin? പക്ഷേ തുടർമാനമായിട്ട് ചെയ്തുകൊണ്ട് Can പോകാൻ you keep കഴിയുമോ? on getting sin? തീരുമാനമായിട്ട് പാപത്തിൽ ജീവിക്കാൻ Does it give കഴിയുമോ? a license for you to sin? ആ പാപം ചെയ്യുവാനുള്ള ലൈസൻസ് ആണോ? Certainly not. അത് ഒരു നാളും Why? അങ്ങനെയല്ല. എന്തുകൊണ്ട്? Because we who have died to sin, പാപത്തിൽ മരിച്ചവരായ how can we sin? നാം എങ്ങനെ പാപത്തിൽ ജീവിക്കുവാൻ This is കഴിയും? the question, and this is the answer to us. ഇതാണ് നമ്മളോടുള്ള ചോദ്യം. ഇതാണ് And നമുക്ക് always keep on asking us, ഇതെപ്പോഴും നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടേ flesh, ജഡം, you have no power over me. നിനക്ക് എന്റെ മേലൊരു അധിക ശക്തിയുമില്ല. So what is the problem then? ഇപ്പൊ എവിടെയാണ് ഇപ്പോൾ പ്രോബ്ലം The സംഭവിക്കുന്നത്? problem is we desire to sin. നമ്മൾ പാപം ചെയ്യുവാൻ It is ആഗ്രഹിക്കുന്നു. our desire which is making us to sin. നമ്മുടെ ആഗ്രഹമാണ് പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. I will close here because the subject is long. ഈ ഒരു സബ്ജക്ട് ലോങ് ആണ്. ഞാൻ ഇവിടെ I wanted to നിർത്തുകയാണ്. take the whole of Romans 6. നിങ്ങൾ ആ റോമൻ ലേഖനം Very important. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. The same Romans again asks the same question, can you sin? പിന്നെ ആ റോമൻ ലേഖനം പിന്നെയും ചോദിക്കുന്നു, നിങ്ങൾക്ക് പാപം ചെയ്യുവാൻ കഴിയുമോ? And finally ends by saying, അതിന് ഏറ്റവും അവസാനം ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. sin shall not have dominion over you. പാപത്തിന് നിങ്ങളുടെ മേൽ കർത്തൃത്വമില്ല. For you are not under the law, നിങ്ങൾ ഇപ്പോൾ ന്യായപ്രമാണത്തിന് അധീനരല്ല, but under the grace. കൃപയ്ക്ക് അധീനരാണ്. It reminds us in Peter, അത് പിന്നെ ഈ പത്രോസിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് the 25 verse says, അതിന്റെ 25-ാം വാക്യം പറയുന്നു, you who were earlier going astray, നിങ്ങൾ തെറ്റുഴലുന്നവരെ പോലെയായിരുന്നു. now you have returned to whom? ഇപ്പോൾ നിങ്ങൾ ആരിലേക്കാണ് മടങ്ങി വന്നിരിക്കുന്നത്? To the shepherd and the overseer of our soul. നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനിലേക്ക് അടിയനും I അധ്യക്ഷനുമായി would just like to say quickly few things before we leave. നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ It's a very deep subject. വളരെ ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. Why does it remind us in the end like this? ഏറ്റവും അവസാനം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ് അവസാനിക്കുന്നത്? Before we were saved, നാം നേരത്തെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ what we were? നമ്മൾ എന്തായിരുന്നു? We were sheep wandering. നമ്മൾ തെറ്റിയൊഴുന്ന ആടുകളായിരുന്നു. We were wandering in our own will. നമ്മുടേതായ ഇഷ്ടങ്ങളിൽ നമ്മൾ തെറ്റിയൊഴുകുകയായിരുന്നു. We were going into dangerous paths. അപകടകരമായ വഴിയിലാണ് നമ്മൾ സഞ്ചരിച്ചു We കൊണ്ടിരുന്നത്. thought that it is good for us. നമ്മൾ ചിന്തിച്ചതൊക്കെ നമുക്ക് നല്ലതാണ്. We thought that what we are doing is right. നമ്മൾ ചിന്തിച്ചത് നമ്മൾ ചെയ്യുന്നതൊക്കെയും ശരിയാണ്. And it is good for me. എനിക്ക് നല്ലതായിട്ടുള്ള വിഷയമാണ്. That is where when Christ came and chose us. അവിടെയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി കടന്നു വന്ന് നമ്മളെ തിരഞ്ഞെടുത്തു. And the word of God says what? ദൈവത്തിന്റെ വചനം എന്താണ് Read പറയുന്നത്? that quickly. 25. Now have returned to the shepherd and overseer of your soul. നിങ്ങൾ തെറ്റിയൊഴുകുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. What does it remind us? അതെന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? Before we were saved, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ we were wandering in our own way. നമ്മുടേതായ വഴിയിൽ നാം We never even knew that we were wandering. നമ്മൾ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്ന് നമുക്ക് അറിയുന്ന The പോലും sheep ഇല്ലായിരുന്നു. doesn't know that it is going to be danger. അത് അപകടത്തിലേക്ക് പോകുന്ന ആടിന് The sheep അറിയുന്നില്ല. thinks that is a good pasture. ആടുകൾ ചിന്തിക്കുന്ന ഒരു നല്ല മേച്ചിൽപ്പുറമാണ്. But the shepherd knows that is not the right place. പക്ഷെ ഇടയൻ അറിയാം അത് ശരിയായിട്ടുള്ള സ്ഥലമല്ല. So when we were wandering, നമ്മൾ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ we did not know Christ. നമുക്ക് ക്രിസ്തുവിനെ We did not know the cross of Christ. ആ ക്രിസ്തുവിന്റെ ക്രൂശിനെ അറിയത്തില്ലായിരുന്നു. But this love came പക്ഷെ ഈ സ്നേഹം കടന്നു വന്നു. and we returned back to the shepherd, നമ്മൾ ഇടയനിലേക്ക് മടങ്ങി വന്നു. to the overseer of our soul. നമ്മുടെ ആത്മാവിന്റെ അധ്യക്ഷനായെങ്കിലേക്ക്. What does it mean? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? Am I today ഞാൻ- under the overseeing of God? ഞാൻ ഇന്ന് എന്റെ അധ്യക്ഷനായ ദൈവത്തിന്റെ കീഴിലാണോ? Am I under the shepherd, ഞാൻ the control and the dominion
and the authority of Jesus? ഞാൻ യേശു കർത്താവിന്റെ അധികാരത്തിന്റെ കീഴിലും നിയന്ത്രണത്തിന്റെ കീഴിലും ആണോ ആയിരിക്കുന്നത്? Am I submitting to the lordship of Jesus? യേശു കർത്താവിന്റെ ആ കർത്തൃത്വത്തിന് ഞാൻ കീഴ്പ്പെടുത്തി കൊടുക്കുന്നുണ്ടോ? What does it mean? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? If I have any sin, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാവമുണ്ടെങ്കിൽ, if I harbor any sin, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാവം വെച്ചുകൊണ്ട് പോകുന്നെങ്കിൽ, it means അതിന്റെ അർത്ഥം I am not having any sense that എനിക്കൊരു my God is overseeing this. എനിക്കൊരു ബോധവുമില്ല ദൈവം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന്. Because if we had a botheration about that, നമുക്ക് അതിനെക്കുറിച്ചൊരു we would ബോധമുണ്ടായിരുന്നു, we would have been so disturbed. നാം അതിൽ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമായിരുന്നു. We will not be able to stand നമുക്ക് നിൽക്കുവാൻ കഴിയത്തില്ല, unless and until we do not throw it off. അതിനെ പുറത്ത് കളയുന്ന സമയം വരെയും. But we are comfortable നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും, because we are thinking that we are on right pasture. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ശരിയായിട്ടുള്ള മേച്ചിൽപ്പുറത്തിലാണ്. We may slightly be drifting away. നമ്മൾ ചെറുതായിട്ട് വഴുതി And it's കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. not happening once or twice. അതൊരു പ്രാവശ്യം 2 പ്രാവശ്യമല്ല, It happens always. അതെപ്പോഴും അങ്ങനെ തന്നെ നടക്കും. Sometimes we are happy with the sheep, with the shepherd. ചില സമയങ്ങൾ ഇടയനുമായിട്ട് സന്തോഷം, Immediately we get diverted. വളരെ പെട്ടെന്ന് തന്നെ ഡൈവേർട്ട് We ആയി look at certain things which makes us happy, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നോക്കുന്നു. but we are not looking at what is happening to us. നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നത് നാം നോക്കുന്നില്ല. That is why this chapter ends by saying, അതുകൊണ്ടാണ് ഈ ഒരു അധ്യായം ഇങ്ങനെ അവസാനിക്കുന്നത്. for you were going astray. നിങ്ങൾ തെറ്റിയുള്ള നാടുകളെ പോലെ Now you have returned back to your shepherd ഇപ്പോൾ നിങ്ങളുടെ ഇടയിലേക്ക് മടങ്ങി and വന്നിരിക്കുന്നു, overseer of your soul. നമ്മുടെ ആത്മാക്കളുടെ അധ്യക്ഷനായെങ്കിലേക്ക്. Romans 6 we will study again റോമർക്ക് ലേഖനം 6 പിന്നെയും so that പഠിക്കും. this can be established. അത് മുഖാന്തരം ഈ കാര്യങ്ങൾ വളരെ I hope you all understood. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. What is chapter 1 of Peter and chapter 2 of Peter coming to? അതിന്റെ 1 പത്രോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 2-ാം അധ്യായം ഇതിലേക്കാണ് Our foundational doctrine and the foundation that we are building our life is how God, out of His abundant mercy, He chose us, He elected us, and by sanctifying the Holy Spirit and the sprinkling of the blood of Jesus Christ, He has begotten us to a new born again experience for a living hope. നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിളിയും ഉദ്ദേശം എന്ന് പറയുന്നത് യേശു കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു, നമ്മളെ വിളിച്ചു വേർതിരിച്ചു, തന്റെ രക്തത്താൽ തളിക്കപ്പെട്ടിട്ട് ഒരു ജീവനുള്ള പ്രത്യാശയ്ക്കായി നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. How that has happened? അതെങ്ങനെയാണ് സംഭവിച്ചത്? Because of the resurrection from the dead. മരണത്തിൽ നിന്ന് പുനരുത്ഥാനം മുഖാന്തരം. And then what has happened? അതിനുശേഷം എന്ത് He has സംഭവിച്ചു? made us His chosen generation, His special people, His own people, നമ്മളെ ഓരോരുത്തരും തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയായി, വിശുദ്ധ വംശമായി, സ്വന്തം ജനമായി to ആക്കി proclaim His praises, അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക. എങ്ങനെ? so that our life will be an example. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു We'll മാതൃകയായി, proclaim God through our lives. നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തുക. And that comes to the conclusion saying അതിന്റെ കൺക്ലൂഷനിൽ ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്, that He did not sin. അവൻ പാപം ചെയ്തിട്ടില്ല. Jesus did not sin. യേശു കർത്താവ് പാപം ചെയ്തിട്ടില്ല. He set an example before us നമുക്കൊരു നല്ലൊരു മാതൃക that വെച്ചു, we all will follow His അവന്റെ steps. കാൽച്ചുവടുകളെ പിന്തുടരുവാൻ And വേണ്ടി. what does that mean? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? Not only proclaiming that He is our leader, അവൻ നമ്മുടെ രക്ഷാനായകനെന്നും വിളിച്ചു പറയുന്ന മാത്രമല്ല, but ends by saying അതിനെ അവസാനിക്കുന്നത് He became a substitution for us. നമുക്ക് വേണ്ടി നമുക്ക് പകരമായി യാഗമായി തീർന്നു. What does that mean? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? That you also who are died to sin, നിങ്ങളും പാപത്തിൽ മരിച്ചിട്ട് you will not sin. പാപം ചെയ്യാതെ You will not commit sin. നിങ്ങൾ പാപം ചെയ്യരുത്, You don't become a slave of sin, പാപത്തിന് അടിമയായി തീരരുത്, but rather live for righteousness. നീതിക്കായി ജീവിക്കുക. Our every step, every move നമ്മുടെ എല്ലാ മൂവും എല്ലാ സ്റ്റെപ്പുകളും should be right before God. ദൈവത്തിന് മുൻപാകെ And it can ശരിയായിരിക്കും. happen only if അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ കഴിയുന്നത് sin does not have dominion over പാപം us. നമ്മുടെ മേൽ കർത്തൃത്വം നടത്താതിരിക്കുമ്പോൾ. It can happen only if അത് സംഭവിക്കുവാൻ കഴിയുന്നത് we have got freedom from sin. പാപത്തിൽ നിന്ന് നാം സ്വാതന്ത്ര്യം പ്രാപിക്കും. How that can be proved? അതെങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ By കഴിയുന്നത്? two ways. രണ്ട് വിധത്തിൽ. Whether your old man has been done away with, നമ്മുടെ പഴയ മനുഷ്യൻ നമുക്ക് നീക്കം വന്നിരിക്കും. whether we are denying ourselves. നമ്മൾ നമ്മളെ തന്നെ ത്യജിക്കുമ്പോൾ. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Only the Word of God and the Holy Spirit can prick our hearts to realize what we are and who we are in Christ. ദൈവത്തിന്റെ വചനത്തിനും പരിശുദ്ധാത്മാവിനും മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ കുത്തി തന്ന് നമ്മൾ ആരാണ്, ക്രിസ്തുവിൽ നമ്മൾ ആരായിരിക്കും ഒരു ബോധ്യം വരുത്തുക. It gives us an assurance and a strength that the cross of Christ that brings to our life. ആ ക്രിസ്തുവിന്റെ ആ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ശക്തിയും നമുക്കൊരു നിശ്ചയം ഉറപ്പും തരുന്നു. At the same time, it brings us the realization that I need to be living for righteousness. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം കൂടെ വ്യക്തമാക്കുന്നു, ഞാൻ നീതിക്ക് വേണ്ടി ജീവിക്കണം.
Now it is not about trying and trying, but it is about dying. ഈ പിന്നെയും പിന്നെയും ശ്രമിക്കുക എന്നല്ല, മറിച്ച് മരിക്കുക എന്നുള്ളതാണ്. The doctrine of sin പാപത്തിൻ്റെതായ ഉപദേശം is very clear in my life. എൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തമാണ്. I am not a slave of sin. ഞാനൊരു പാപത്തിന് ദാസനല്ല. I am freed from sin. ഞാൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. The power of sin has been destroyed. പാപത്തിന്റെ ശക്തി തകർക്കപ്പെട്ടിരിക്കുന്നു. The power of Satan has been destroyed. സാത്താന്റെ ശക്തി തകർക്കപ്പെട്ടിരിക്കുന്നു. Because we have died to our sin, നാം പാപത്തിൽ മരിച്ചിരിക്കുന്നത് കൊണ്ട് we cannot continue to commit sin. പാപത്തിൽ പിന്നെയും പാപം ചെയ്യുവാൻ നമുക്ക് കഴിയത്തില്ല. May our lives be pleasing to Him, so that our calling, the purpose of our calling is fulfilled. നമ്മുടെ ജീവിതം കർത്താവിന് പ്രസാദകരമായി തീരട്ടെ. അത് മുഖാന്തരം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ഉദ്ദേശം പൂർണ്ണമാകുവാൻ. Let us break all our desires. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അതിനെ പൂർണ്ണമായി ബ്രേക്ക് ചെയ്യുക. Take it to the cross അതിനെ ക്രൂശിലേക്ക് കൊണ്ടുപോകാം. and nail it. അതിനെ അവിടെ തന്നെ ക്രൂശിക്കുക. It is our daily living. അത് നമ്മുടെ അനുദിനമുള്ള ജീവിതമാണ്. Jesus said, യേശു കർത്താവ് if പറഞ്ഞു, anyone desires to come after me, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ let him deny himself, അവൻ തന്നെ താൻ ഛേദിക്കുക, take up the cross ക്രൂശിനെ എടുത്ത് and follow me. എൻ്റെ പിന്നാലെ വരിക.